മണിമൽ ക്രിസ്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ വേറിട്ട നിരവധി പാഠ്യാനുബന്ധ പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിക്കുകയും അത് വിജയിപ്പിക്കുകയും സ്കൂൾ നമ്മുടെ സംസ്ഥാനത്തെ ഒരു മികച്ച വിദ്യാലയമായി മാറി വരികയും ചെയ്യുകയാണ്. അതിൻ്റെ വഴിയിലാണ് കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബഹുമാനായ മണിമൽ ക്രിസ്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രസിഡൻറ്റും സ്കൂളിൻ്റെ തുടക്കം മുതൽ സ്കൂളിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന ബഹുമാനായ CK മമ്മു മാസ്റ്ററുടെ നാമധേയത്തിൽ ഒരു സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിൽ വരുത്തുകയും കഴിഞ്ഞ വർഷം ജൂണിൽ ലോഞ്ച് ചെയ്ത പരിപാടി ഈ മെയ് മാസം ആദ്യ വാരത്തോടുകൂടി അതിൻ്റെ പരീക്ഷയും പരിശീലനങ്ങളും സമാപിച്ച് അതിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവർക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും പരിപാടിയുടെ ഭാഗമായി നിന്ന മുഴുവൻ കുട്ടികൾക്കുമുള്ള സർട്ടിഫിക്കേഷനുമാണ് ഈ മനോഹരമായ സദസ്സിൽ നടക്കുന്നത്. അതിനുവേണ്ടി സന്നിധരായിട്ടുള്ള വളരെ താല്പര്യപൂർവ്വം വന്നെത്തിയിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആദ്യമേ അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, സ്കൂൾ പ്രത്യേകിച്ച് സർക്കാർ എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ നേടിയിട്ടും അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയില്ല, അക്കങ്ങൾ കൂട്ടി എഴുതാൻ അറിയില്ല എന്നൊക്കെയുള്ള പരാതികളും പരിഭവങ്ങളും ഡിബേറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു സമാന്തര സംവിധാനം പോലെ സ്കൂളിൻ്റെ സാധാരണ അക്കാദമിക പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളിലെ പ്രതിഭകൾ കണ്ടെത്താനും ആ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനുമായി വേറിട്ടൊരു പദ്ധതിയായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം സ്കൂളിൽ നടപ്പിലാക്കിയത്. 8ാം ക്ലാസ്സിൽ സാധാരണ മിടുക്കരായിട്ട് വരുന്ന കുട്ടികൾക്ക് NMMS പരീക്ഷയും പരിശീലനങ്ങളും നടക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഒരു അക്കാദമികമായ ടെമ്പോ നിലനിർത്താൻ പലപ്പോഴും കഴിയാറുണ്ട്. 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ പൊതുപരീക്ഷയുടെ ഒരു ട്രെൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നന്നായി പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും ഉഴപ്പി സമയം കളയാൻ കഴിയാറില്ല. അവർ നന്നായിട്ട് പഠിച്ചു പോകാറുണ്ട്. അതിനിടയിൽ വരുന്ന ഈ 9ാം ക്ലാസ് പൊതുവെ കുട്ടികൾക്ക് ആഘോഷിക്കാനും ആസ്വദിക്കാനും കളിക്കാനും കുറച്ചൊക്കെ ഉഴപ്പി നടക്കാനും ഉള്ളതാണെന്നുള്ള ഒരു ധാരണ പലപ്പോഴും കുട്ടികൾക്കുണ്ട്. അങ്ങനെയാണ് സാധാരണ നടക്കാറ്. പക്ഷേ പിന്നീട് എൻട്രൻസ് എക്സാം പോലെയുള്ള പരീക്ഷകൾ എഴുതാൻ നോക്കുന്ന സമയത്ത് ഉന്നത കലാലയങ്ങളും ഉന്നതമായ കോഴ്സും കരിയറൊക്കെ ലക്ഷ്യം വെക്കുന്ന കുട്ടികൾക്ക് ഈ 9ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ പലപ്പോഴും മിസ്സാകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 9ാം ക്ലാസ് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ കുട്ടികൾ കാണണമെന്ന അർത്ഥത്തിലാണ് നമ്മുടെ ഈ ടാലന്റ് ഹണ്ട് പ്രോഗ്രാം നടപ്പിലാക്കിയത്. സാധാരണ 9ാം ക്ലാസ്സിലെ പാഠ്യവിഷയങ്ങൾക്കൊപ്പം തന്നെ എൻട്രൻസ് എക്സാമിനൊക്കെ ആവശ്യമുള്ള മാറ്റ്, മെൻ്റൽ എബിലിറ്റിയും അതേപോലെ അവരുടെ GKയും അവർക്ക് നേരത്തെ തന്നെ അതിൻ്റെ എക്സ്പോഷറും ഓറിയൻറ്റേഷനും കോച്ചിങ്ങും നൽകി അതിൽ കൂടി അവരെ തൽപരരാക്കി MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് OMR ഷീറ്റ് പരിചയപ്പെടുത്തി ഓരോ ടേം എക്സാമിനെയും ഇടയിൽ ഇങ്ങനെയുള്ള പരീക്ഷകൾ നടത്തിയിട്ട് അവരെ കോമ്പീറ്റ് ചെയ്യാൻ അവരെ പാകപ്പെടുത്തിയെടുത്ത് ഒരു വർഷം വളരെ മനോഹരമായി നടത്തിയ ഒരു പ്രോഗ്രാമിൻ്റെ സമാപനമാണിത്. വേറിട്ട പരിപാടികൾ സ്വപ്നം കാണാൻ വളരെ എളുപ്പമാണ്, അത് ലോഞ്ച് ചെയ്യാനും വളരെ എളുപ്പമാണ്, അത് നടത്തിക്കൊണ്ടു പോകാനും ഒരു പരിധിവരെ കഴിയും. പക്ഷേ അതൊക്കെ വിജയകരമായി പൂർത്തിയാക്കുക, അതുവഴി റിസൾട്ട് ഉണ്ടാക്കുക, അതിൻ്റെ തുടർച്ച സമൂഹം ഏറ്റെടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്കൂളിൽ ഒരു ടീമായി നിലനിന്നുകൊണ്ട് ബഹുമാനായ മാസ്റ്റർ MK അസഫ് സാറുടെ നേതൃത്വത്തിൽ 9ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചേഴ്സും അതേപോലെ സ്കൂളിലെ മുഴുവൻ സ്റ്റാഫും രക്ഷിതാക്കളും മാനേജ്മെൻറ്റിൻ്റെ ഭാഗവും PTയും എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ ഈ കുട്ടികളും രക്ഷിതാക്കളും കട്ടൊക്കെ കൂടെ നിന്നപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇന്ന് 28 കുട്ടികൾക്കാണ് നമ്മൾ സ്കോളർഷിപ്പ് നൽകുന്നത്. 4 ലക്ഷം രൂപയുടെ അധികം ഫണ്ടാണ് ബഹുമാനായ CK മമ്മു മാസ്റ്ററുടെ കുടുംബം ഇതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ വിതരണം ഇപ്പോൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കേഷൻ നൽകുന്നു. ഈ 28 കുട്ടികൾക്ക് 10ാം ക്ലാസ്സിൽ അവർ ഈ മുഴുവൻ കുട്ടികളും A+ വേണ്ടി പണിയെടുക്കുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ തന്നെ +A+ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 28 കുട്ടികൾക്ക് ഈ ടാലന്റ് ഹണ്ടിന്റെ തുടർച്ച നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്ന് NMMSന്റെ കോച്ചിങ് കഴിഞ്ഞ് പരീക്ഷ എഴുതി വന്ന കുട്ടികൾക്ക് അടുത്ത വർഷം ടാലന്റ് ഹണ്ടിന്റെ സെക്കൻഡ് വേർഷനും നടക്കുകയാണ്.
അപ്പോൾ ഇതൊരു തുടർ പരിപാടികളായിട്ട് നടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മക്കളൊക്കെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മക്കളൊക്കെ വലിയ ലക്ഷ്യങ്ങൾ കാണുന്നവരാണ്, സ്വപ്നങ്ങൾ കാണുന്നവരാണ്. അവർക്ക് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അവരെ കാത്തിരിക്കുന്നുണ്ട്. വലിയ കരിയറിലേക്ക് എത്തിപ്പെടേണ്ട ഈ കുട്ടികൾ സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കളാണ് അധികം ഉള്ളത്. ഈ ചെറുപ്പത്തിൽ തന്നെ ആകാശങ്ങൾക്കപ്പുറത്തുള്ള വലിയ സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഈ പ്രൊജക്റ്റിന് സാധിച്ചു എന്ന് വലിയ ഒരു പ്രവർത്തന രീതിയിൽ മനസ്സിലാക്കുന്നു. ഈ മക്കളെയൊക്കെ അഭിവാദ്യം ചെയ്യുന്നു. നമുക്ക് 2-2.25 മണിക്കൂർ ദൈർഘ്യമുള്ള പരിപാടിയാണ്. 2 വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഒന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ UK അബ്ദുൽ നാസർ സാർ, കോഴിക്കോട് ഡയറ്റിൻ്റെ പ്രിൻസിപ്പലാണ്. നമ്മുടെ സ്കൂളിൽ പലപ്പോഴും വരികയും സ്കൂളിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൊക്കെ വലിയ താല്പര്യം കാണിക്കുകയും ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അതിഥിയാണ് നമുക്കിന്ന് ഒന്ന് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ബഹുമാനായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു സാറാണ്. നമ്മുടെ പ്രസിഡന്റ് CK സുബേർ സാഹിബിനോടൊപ്പം ഏതാനും സമയത്തൊക്കെ അദ്ദേഹം ഇവിടെ എത്തും. ബാക്കി നമ്മുടെ മാനേജറും അതേപോലെ HM-ഉം വിശിഷ്ട അതിഥികളൊക്കെ വേദിയിലുണ്ട്. സമയബന്ധിതമായിട്ട് നമുക്ക് പരിപാടികൾ നടക്കണം. പരിപാടി കഴിയുന്നത് വരെ ഇതൊരു അക്കാദമിക പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ അകത്ത് നല്ല ചൂടും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ സഹിച്ച് അതൊക്കെ ആസ്വദിച്ച് ഈ പരിപാടി കഴിയും വരെ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് പോലെ ഇളക്കമില്ലാതെ അവസാനം വരെ നിൽക്കണമെന്ന് സ്നേഹപൂർവ്വം ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനായ സ്കൂളിൻ്റെ പ്രഗത്ഭനായ മാസ്റ്റർ 24 മണിക്കൂറും സ്കൂളിനെ കുറിച്ച് ആലോചിക്കുന്ന, സ്കൂളിന് വേണ്ടി ഓടിച്ചാടി നടക്കുന്ന ഒരു വർഷം കൊണ്ട് തന്നെ സ്കൂളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നേതൃപരമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ MK അഷ്റഫ് സാറെ സ്നേഹപൂർവ്വം സ്വാഗതം പറയാമെന്ന് ക്ഷണിക്കുന്നു. താങ്ക് യു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പാണമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരിയ ടീച്ചർ ഏതാനും നിമിഷത്തിനുള്ളിൽ എത്തുന്നു. നമ്മോടൊപ്പം വേദിയിലിരിക്കുന്നത് നേരത്തെ രജിസ്ട്രാർ പരിചയപ്പെടുത്തിയതുപോലെ കോഴിക്കോട് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദുൽ നാസർ സാറാണ്. അതേപോലെ പ്രസിഡന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ പ്രൊഫസർ റിയ കത്തരി, പ്രസിഡന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ PP കുഞ്ഞിമുസ, അങ്ങനെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ. ഈ പരിപാടി സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സ്കോളർഷിപ്പ് നൽകുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ, മുൻ മാനേജർ, ഇതിൻ്റെ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാകാൻ തന്നെ നേതൃത്വപരമായ പങ്കുവഹിച്ച CK മമ്മു മാസ്റ്ററുടെ പേരിലാണ്, മമ്മു മാസ്റ്ററുടെ കുടുംബമാണ് ഈ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മമ്മു മാസ്റ്ററുടെ കുടുംബം ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. ബാക്കി ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ, പ്രസിഡന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരവധി പ്രോജക്റ്റുകൾ എല്ലാ വർഷവും നടക്കാറുണ്ട്. അതിൽ 2025-26 അധ്യയന വർഷത്തിൽ നടന്ന വളരെ ശ്രദ്ധേയമായ പ്രോജക്റ്റാണ് ടാലൻറ്റ് ഹണ്ട് സ്കോളർഷിപ്പ് പദ്ധതി. ഈ പദ്ധതി 2026 വളരെ തുടക്കത്തിൽ തന്നെ 2025 ജൂൺ മാസത്തിൽ തന്നെ തുടങ്ങി. ഇപ്പോൾ ഇത് ഇവിടെ അവസാനിക്കുകയാണ്. പ്രസിഡന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സിലെ ഏറ്റവും മികച്ച കുട്ടികളെ കണ്ടെത്തി ഏകദേശം അതിൽ 120ഓളം കുട്ടികൾ ഈ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ വർഷം NMMS എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത കുട്ടികളും ടേർമിനൽ എക്സാമിനേഷൻ, ക്വാർട്ടർലി എക്സാമിനേഷൻ, അതുപോലെ ഹാഫ് ഇയർലി എക്സാമിനേഷനൊക്കെ മികച്ച സ്കോർ നൽകിയ കുട്ടികളും ഒക്കെ കൂടിച്ചേർന്ന് 120 കുട്ടികളെ കണ്ടെത്തുകയും ആ കുട്ടികൾക്ക് വർഷം മുഴുവൻ നിരന്തരമായി പരിശീലനങ്ങൾ നൽകുകയും അവസാനം ഈ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടന്ന നിരവധി എക്സാമിനേഷനൊക്കെ വെച്ച് മികച്ച സ്കോർ നേടിയ കുട്ടികളെ ഇവിടെ
ആദരിക്കുകയാണ്. 28 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് തുക നൽകുന്നത്. ബാക്കി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. ഇതിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനമൊക്കെ കുട്ടികളെ കുറച്ച് കഴിയുമ്പോഴേ ഔപചാരികമായിട്ട് തന്നെ പ്രഖ്യാപിക്കും. ഞങ്ങൾ കുട്ടികളുടെ പേര് പറയുന്നത്. ഏതായാലും ഈ ഒരു പ്രോജക്റ്റ് പ്രസിഡന്റിലെ ശ്രദ്ധേയമായ പ്രോജക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇതേപോലെ നിരവധി പ്രോജക്റ്റുകൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്കൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന് കുട്ടികളുടെ ലഹരിയും അതുപോലെ ക്യാമ്പസ് അന്തരീക്ഷമൊക്കെ സംഘർഷഭരിതമാകുന്ന അവസ്ഥ കേരളത്തിലുടനീളമുണ്ട്. നമ്മളൊക്കെ അതിൽ ദുഃഖിതരുമാണ്. ഇങ്ങനെ ഒരു അന്തരീക്ഷം മോശമാകുന്നതിൽ നമ്മളൊക്കെ എല്ലാവരും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പൊതുജനങ്ങളൊക്കെ ഇതിൽ വലിയ പ്രയാസം വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ 1-2 വർഷമായി ഏറ്റവും സുരക്ഷിതമായ ഒരു സ്കൂൾ അന്തരീക്ഷം കുട്ടികൾക്ക് നൽകാൻ വേണ്ടിയുള്ള നിരന്തര പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ സ്കൂളിന് ഏറ്റവും സുരക്ഷിതമായ ഇടമായി മാറിയിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പസുകളിൽ ഇങ്ങനെ ലഹരിയുടെ പ്രശ്നങ്ങളില്ല, നമ്മുടെ ക്യാമ്പസുകളിൽ സംഘർഷങ്ങളില്ല. മികച്ച ക്യാമ്പസ്, എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ക്യാമ്പസായിട്ട് നമ്മുടെ സ്കൂൾ മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നിരവധി പ്രോജക്റ്റുകൾ പിന്നെ സ്കൂളിൽ നടക്കുന്നത് കൊണ്ടാണ് ഇത്ര വലിയ ചേഞ്ച് വരുന്നത്. ഞാനിപ്പോൾ നാസർ സാറുണ്ടായിട്ട് പ്രിൻസിപ്പൽ നാസർ സാറോട് പറയായിരുന്നു, ഞങ്ങൾ അടുത്ത് കണ്ടിന്യൂസ് ഇവാലുവേഷനിലാണ് അടുത്ത് ഞങ്ങളുടെ ഫോക്കസ്. കുട്ടികളെ നിരന്തരമായി വിലയിരുത്തി കൃത്യമായി എവിടെ നിൽക്കുന്നു എന്ന് കുട്ടികളെ അപ്പോൾ പറഞ്ഞ് വർഷാവസാനമാകുമ്പോഴേക്ക് വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം അടുത്ത പ്രോജക്റ്റ് ആരംഭിക്കുക. അങ്ങനെ വിവിധ മേഖലകൾ സ്കൂൾ ക്യാമ്പസ് ഇപ്പോൾ ക്ലീൻ ആൻഡ് ഗ്രീൻ ക്യാമ്പസായി മാറിയിട്ടുണ്ട്. മാലിന്യരഹിതമായ ക്യാമ്പസ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ നടത്തി അതൊക്കെ വലിയ റിസൾട്ട് സ്ഥാപനത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2076 തുടങ്ങിയ സ്ഥാപനം 2026 ഇത് 50ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 50ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വളർച്ച നമുക്ക് പിന്നെ കാണാൻ സാധിക്കും. ഇന്ന് 8ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഏകദേശം 550 കുട്ടികൾക്ക് ഈ വർഷത്തെ അഡ്മിഷനാനുള്ള ടോക്കൺ നൽകിക്കഴിഞ്ഞു. ഇനി ഇവിടെ അഡ്മിഷൻ കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ സ്ഥാപനത്തിലില്ല. അതേപോലെ 9ലും 10ലും ഒക്കെ പിന്നെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റാത്തത്രയും കുട്ടികൾ പിന്നെ എല്ലാ ക്ലാസ്സിലും 50 അതിൽ കൂടുതൽ കുട്ടികൾ വരുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഈ പ്രസിഡന്റിൻ്റെ ചരിത്രത്തിൻ്റെ റെക്കോർഡ് കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലുള്ളത്. കഴിഞ്ഞ വർഷം 4 പുതിയ ഡിവിഷൻ പിന്നെ നമ്മൾ ആരംഭിക്കുകയായിരുന്നു. ഈ ഡിവിഷനും മതിയാകാത്ത അവസ്ഥയാണ്. പ്രസിഡന്റിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കൂടുതൽ സംസാരിക്കുന്നില്ല. ഔപചാരികമായി പരിപാടിക്ക് നന്ദി പറയുകയാണ് എൻ്റെ ചുമതല. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുക വാണിമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വരിയ ടീച്ചറാണ്. ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് CK സുധീർ സായിപ്പാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബുവാണ്. അദ്ദേഹം ചെയർമാൻ ഗൈഡ് ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ പദ്ധതി പ്രഖ്യാപനം നടത്തുന്നത് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ VK ആണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ അനുസ്മരണം CK മുഹമ്മദ് മാസ്റ്ററും അനുസ്മരണം നടത്തുന്നത് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി NK മുസമസ്താണ്.
അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ പരിപാടി ആശംസകൾ അർപ്പിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇവിടെ പങ്കെടുക്കാൻ സ്കോളർഷിപ്പ് നേടിയിരിക്കുന്ന വിദ്യാർത്ഥികളും സർട്ടിഫിക്കറ്റ് നേടുന്നവരും രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്രിസന്റ് ഹൈസ്കൂളിൻ്റെ അഭിമാന പാത്രങ്ങളായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ ഭാവി പ്രതീക്ഷകളായിട്ടുള്ള ഇന്ന് CK മുഹമ്മദ് മാസ്റ്റർ ടാലന്റ് ഹണ്ട് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ക്രിസന്റ് ഹൈസ്കൂളിലെ പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, ഇവിടുത്തെ പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങളെ, PTA പ്രതിനിധികൾ, ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറെ ബഹുമാനമുള്ള, ഏറെ സന്തോഷമുള്ള അഭിമാന മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. ക്രിസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നാടിലെ ഒരു വിദ്യാലയം എന്ന നിലക്ക് അതിൻ്റെ മികവ് പല രംഗത്തും വേറിട്ട് നിൽക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്കൂളിലെ അധ്യാപകരുടെ ഡെഡിക്കേഷനാണ്. അധ്യാപകരുടെ ഡെഡിക്കേഷൻ മറ്റു സ്കൂളിൽ ഇല്ല എന്നല്ല, അതിൻ്റെ കൂടെ നമ്മുടെ ഒരു എൻവയോൺമെന്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പഠനത്തോടുള്ള താല്പര്യം, അതിൽ നമ്മുടെ നാടിൻ്റെ ഒരു പാരമ്പര്യം, രക്ഷിതാക്കൾ അതിന് കൊടുക്കുന്ന പിന്തുണ. ഇപ്പൊ ക്രിസന്റ് ഹൈസ്കൂൾ ആലോചിക്കുന്നത് ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും മികവുള്ളവരാകണമെന്നുള്ളതാണ്. അവിടെ മാക്സിമം പൊട്ടൻഷ്യൽ പെർഫോം ചെയ്യുവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് മാനേജ്മെന്റ് ആ അർത്ഥത്തിലൊരു മൂവ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ക്രിസന്റിന്റെ ചുറ്റുമതിൽ ഒരുപാട് കാലത്ത് ആവശ്യമാണ്. മുൻ ഹെഡ്മാസ്റ്റർമാർ ഇവിടെ ഇരിക്കുന്നത്, അതൊരു ഇന്റർലോക്ക് ഇട്ട് കാണണമെന്നുള്ളത് നിങ്ങളുടെയൊക്കെ ആഗ്രഹമാണ്. ചുറ്റുമതിൽ മാനേജ്മെന്റ് പണിതപ്പോ ഇവിടുത്തെ അധ്യാപകർ മുൻകൈ എടുത്തിട്ടാണ് അതിന് ഇന്റർലോക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് രണ്ടിനും നിങ്ങൾക്കൊരു വലിയ കയ്യടി ഈ ഒരു സൗകര്യം ഒരുക്കിയ അധ്യാപകർക്കും അതുപോലെ മാനേജ്മെന്റിനും. ഇത് CK മുഹമ്മദ് മാസ്റ്റർ, എന്റെ പിതാവിന്റെ പേരിൽ ഇവിടുത്തെ ഈ സ്കൂളിന്റെ മാനേജരും പ്രസിഡന്റും ഒക്കെയായി ഇതിന്റെ സ്ഥാപനം മുതൽ തമിഴ്നാജിയുടെ കൂടെ അതിന്റെ ഒന്നാം ദിവസം മുതൽ തുടങ്ങിയിട്ടുള്ള യാത്രയിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് മുഹമ്മദ് മാസ്റ്ററിന്റെ പേരിൽ ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് എന്നൊരു ആശയത്തിന് കഴിഞ്ഞ ഹെഡ്മാസ്റ്ററായിട്ടുള്ള എന്റെ ജ്യേഷ്ഠൻ CK മൊയ്തു മാസ്റ്ററും റഷീദ് കോടിയോടും MK ഇവിടുത്തെ ഹെഡ്മാസ്റ്ററൊക്കെ കൂടി KV കുഞ്ഞുമടക്കമുള്ള ഇവരുടെയൊക്കെ കൂടി ആലോചനയിൽ, അധ്യാപകരുടെയും ഒക്കെ ഒരു ആലോചനയിൽ ആണ് ഇങ്ങനെ ഒരു ആശയം വന്നിട്ടുള്ളത്. ടാലന്റ് പ്രതിഭകളായിട്ടുള്ള ആളുകൾ എന്റെ മനസ്സിൽ 8ാം ക്ലാസ്സിൽ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ ഒരു സ്കോളർഷിപ്പ് പദ്ധതി ഇല്ല, 9ാം ക്ലാസ്സിൽ ഒരു സ്ക്രൂട്ടിനി ഇല്ല, 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ജാഗ്രത വേണ്ടതുപോലെ ഒരുക്കുന്നതിനൊരു സംവിധാനമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ അതിൽ ആ സ്കോളർഷിപ്പ് ഞങ്ങളോട് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഏറെ സന്തോഷമുള്ള ഒരു അടയാളപ്പെടുത്തൽ. കാരണം പാപ്പാക്ക് ഇഷ്ടമായിരുന്നു. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലക്ക് പണ്ട് ഗൾഫുകാരുടെ പിന്തുണയോട് പഠിപ്പിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സ്കോളർഷിപ്പ് വാങ്ങിക്കൊടുത്ത അതിന് കത്തെഴുതിയിട്ടുള്ള ഒരു പാപ്പ.
ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് എപ്പോഴും ചെലവഴിക്കുന്നതിൽ സന്തോഷമുള്ള ഒരാള്. അങ്ങനെ ഞങ്ങളുടെ പേരക്കുട്ടികളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് വളർത്തുന്നതിൽ ഏറെ പിന്തുണ കൊടുത്ത ഒരാളുടെ പേരിൽ ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് സംവിധാനം ഒരുക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് ഏറെ സന്തോഷമുണ്ട്. അതിൽ പങ്കാളികളാകാൻ കഴിഞ്ഞു എന്നത്. ഇനിയും നമുക്ക് ഈ തരത്തിലുള്ള പദ്ധതികൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നുണ്ട്. തർവീരാജിയുടെ പേരിൽ നമ്മുടെ സിവിൽ സർവീസ് കോച്ചിങ്ങിനെ കുറിച്ചുള്ള ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതുപോലെ മജീദ് പിന്നെ തെങ്ങലക്കണ്ടി അബ്ദുല്ലയുടെ കുടുംബം പ്രതിഭകളെ ആദരിക്കുന്നതിൻ്റെ വേറൊരു പദ്ധതി ഏറ്റെടുക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ പ്രഖ്യാപിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് നാടിലെ ഇത്തരം മുൻകൈകൾ സ്കൂളിന്റെ കുട്ടികളുടെ വളർച്ചയിൽ ഇടപെടാൻ മുൻകൈ എടുക്കുന്നവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് സ്കൂൾ മാനേജ്മെന്റും ഇവിടുത്തെ സ്റ്റാഫും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളോട്, നിങ്ങൾ മിടുക്കരായി അവാർഡ് വാങ്ങിച്ച് ഇവിടുന്ന് പ്രതിഭകളായി ഈ ദിവസം നിങ്ങളുടെ പ്രവർത്തനം നിന്നു പോകേണ്ടതല്ല. സിവിൽ സർവീസ് കിട്ടിയ ഒരു കുട്ടി പറഞ്ഞൊരു കഥയുണ്ട്. സിവിൽ സർവീസ് കിട്ടി അവൻ ആദരവ് കൊടുക്കുമ്പോൾ അവൻ പറഞ്ഞത്, എനിക്ക് ഞാൻ ഈ ആദരവ് അർഹമാകുമ്പോൾ, ആദരവ് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും വന്ന് എന്നെ ആദരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർക്കാവുന്ന ഒരു പേരുണ്ട്. എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച് മിടുക്കനായി മികവ് കാണിച്ചിട്ടുള്ള ആഷിം എന്ന് പറയുന്ന ഒരു കുട്ടി, ഒരു സഹപ്രവർത്തകൻ എൻ്റെ കൂടെ ഈ ആദരവ് വാങ്ങാൻ ഇവിടെ ഇല്ല. പക്ഷെ എനിക്ക് മോക്ക് ഇന്റർവ്യൂവിൽ പാസ്സാകാൻ കഴിഞ്ഞത്, എനിക്ക് എൻ്റെ ഇന്റർവ്യൂവിൽ വിജയം കഴിയാൻ കഴിഞ്ഞത്, എൻ്റെ പരീക്ഷയിൽ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിൽ എന്നേക്കാൾ മിടുക്കനായിരുന്നു അവൻ. പക്ഷെ അവന് അവാർഡ് കിട്ടിയില്ല എന്നേ ഉള്ളൂ എന്ന്. ഇവിടെ 25 പേരെ പ്രഖ്യാപിക്കുമ്പോൾ ബാക്കിയുള്ളവർ, അല്ലെങ്കിൽ ഒന്നാമതായ ഒരു കുട്ടി വരുമ്പോൾ ബാക്കിയുള്ളവർ അതിന് പുറകിലായി എന്ന് വിചാരിക്കരുത്. നിങ്ങൾ അവിടെ കൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളിൽ അവരെക്കാളും മിടുക്കുണ്ടാകും, അവരെക്കാളും വലിയ ഭാവി ഉണ്ടാകും. വാണിമേലിൽ ഇപ്പൊ നാദാപുരം മണ്ഡലത്തിൽ ഇപ്രാവശ്യമാണ് ഒരാൾ സിവിൽ സർവീസ് പാസ്സായിട്ട് ഒരു കുട്ടി തൊട്ടിൽപ്പാലത്ത് ആദ്യത്തെ സിവിൽ സർവീസ് ഉണ്ടായി. വാണിമേലിന്റെ ഒരു ആഗ്രഹം ഈ കെസറ്റിൽ നിന്ന് പഠിച്ചു മിടുക്കരായ കുട്ടികൾക്കിടയിൽ നിന്ന് ഒരു സിവിൽ സർവീസ് സ്കോർ ചെയ്യുന്ന, സിവിൽ സർവീസിൽ വിജയിയാകുന്ന ഒരു കുട്ടിയെ കണ്ട് നമ്മുടെ നാദാപുരത്ത് ഈ വാണിമേലിന്റെ തൊട്ടപ്പുറത്തെ പഞ്ചായത്തിലെ ഒരു വിദ്യാർത്ഥി മെയിൻസ് വരെ പാസ്സായിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ പോയത് നിങ്ങൾ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളെ ഈ പ്രതിഭ പ്രോത്സാഹനം ടാലന്റ് എന്നൊക്കെ പറയുന്നത് ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളിലുള്ള മികവുറ്റ വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ പെർഫോമൻസ് ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? അതിന് അല്ലേ? ഉഷാറില്ലാത്ത ആരില്ല. നിങ്ങൾ റെഡിയാണോ? ഉറക്കെ പറ, യേസ് പറ. ശബ്ദം പോരാണോ? ആരും റെഡി? കുറച്ചും കൂടി ഒന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഒന്ന് ശ്വാസം നന്നായി വലിച്ചെടുത്തുകൊണ്ട് ഒന്ന് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് അതിന് റെഡിയാവുക. ഇനിയുള്ള നിങ്ങളുടെ ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. നിങ്ങൾ ഈ സ്കൂളിലെ ഫുൾ എ പ്ലസ് വാങ്ങുന്ന കുട്ടികളായിരിക്കും നാളെ നിങ്ങൾ ഏറ്റവും മികവുറ്റ സ്ഥാപനത്തിലേക്ക് യാത്ര പോകുന്നവരായിരിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ നാടിന്റെ അഭിമാനമായി നിങ്ങളുടെ രക്ഷിതാക്കൾക്ക്, നാട്ടുകാർക്ക്, ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്ക് പരമാവധി എന്താ പറയുക, ഇതിലൊക്കെപരിയായിട്ട് ഞങ്ങളുടെ സ്റ്റാഫിന്, നിങ്ങളുടെ അധ്യാപകർക്ക് ഒക്കെ നിങ്ങളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയണം. നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളിപ്പോൾ ചെലവഴിക്കുന്ന സമയം വളരെ കുറച്ചാണ്. നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും. അതിനെ ദൈവം പിന്തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നമ്മുടെ ഉദ്ഘാടക വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ദർശിത മാസം നമ്മുടെ 2 പ്രഭാഷകരുടെ നമ്മോട് സംസാരിക്കാനുണ്ട്. നമ്മുടെ മാനേജർ വിദ്യാലയ മാഷ് ഇവിടെ ഉണ്ട്.
മുൻ ഹെഡ്മാസ്റ്റർമാരായിട്ടുള്ള മജീദ് മാഷ്, കുഞ്ഞമ്മദ് മാഷ്, കുഞ്ഞബ്ദുള്ള. ഇപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ മമ്മോശ പേര് അവാർഡ് കൊടുക്കുമ്പോൾ 2 മുൻ ഹെഡ്മാസ്റ്റർമാരും മമ്മോശ മക്കളായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. അവർ അതുപോലെ നിലവിലെ ഹെഡ്മാസ്റ്റർ എം കെ അഷ്റഫ് മാഷ്, നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം കെ മജീദ്, എൻ്റെ പിതാവിൻ്റെ സി കെ മമ്മ മാസ്റ്ററുടെ അനുജൻ സി കെ മൊയ്തൂക്ക, അതുപോലെ പി ടി എയുടെ ജിജിന, പി ടി എയുടെ പ്രസിഡന്റ് ജിജിന, ഇവരൊക്കെ വേദിയിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫൈസൽ ബാബുവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഡാഡിൻ്റെ പ്രിൻസിപ്പൽ നാസർ മാഷുണ്ട്. നല്ല സമ്പന്നമായ ഒരു വേദിയാണ്. നിങ്ങൾക്ക് വിഭവസമൃദ്ധമായ എന്താ പറയുക ഇൻപുട്ട് തരാൻ കഴിയുന്നവരാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ ഓഡിറ്റോറിയം സൗണ്ട് പ്രൂഫ് അല്ലാത്തത് കൊണ്ട് കുറച്ച് നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവണം. നിങ്ങളൊന്ന് ചെവി കൊടുത്തില്ലെങ്കിൽ അവർ പറയുന്നത് പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തില്ല. അപ്പോൾ സംസാരം നിർത്തുക. ഇന്ന് കുറച്ച് സമയം നിങ്ങൾ ഒന്നിങ്ങോട്ടേക്ക് ഈ സൈഡ് വളരെ സൈലന്റാണ്. ഇവർ വന്നിരിക്കുന്നത് നിങ്ങൾ ആദരിക്കാൻ. അപ്പോൾ നിങ്ങളും ഒരു ഡിസിപ്ലിൻ, ഒന്ന് സൈലന്റ് ആയിട്ടൊന്ന് കേൾക്കുക. ഇപ്പം ഏകപക്ഷീയമായി കേൾക്കുക എന്നുള്ളത് അരോചകമാണെങ്കിൽ കൂടി നിങ്ങളൊന്ന് കേൾക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഓർത്ത് കേൾക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന അവസരം ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ അവസാനമായി പറയുന്നത്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾ, പ്രത്യേകിച്ച് റഷീദ് കോടിയുടെയും അൻസിഫ് ടീച്ചറുടെയും ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള മുഴുവൻ സ്റ്റാഫിനെയും ഞാൻ പ്രത്യേകമായിട്ട് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദനം അറിയിച്ചിട്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ജയിക്കുന്നു. നിങ്ങളെ ഒരു വർഷം പഠിപ്പിച്ചത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനല്ലായിരുന്നു, പ്രവർത്തിക്കാനും ഒച്ചവെക്കാനും ബഹളം വെക്കാനൊക്കെ ആയിരുന്നു. പക്ഷേ ഈ സദസ്സിൽ പൂർണ്ണ നിശബ്ദതയിൽ നിങ്ങൾ ഈ സദസ്സിലേക്ക് വേദിയിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സദസ്സാണ് ഡയസ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആദ്യാവസാനം കണ്ണയച്ച് ഈ വേദിയിലേക്ക് കണ്ണ് നട്ട് ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് സ്നേഹബുദ്ധിയാ ഉണർത്തുകയാണ്. നമ്മൾ നടത്തിയ 5 മാതൃകാ പരീക്ഷകൾ എല്ലാം ഉന്നത നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾ 9ാം ക്ലാസ്സുകാർ നന്നായിട്ട് അധ്വാനിച്ചു പഠിച്ചതിൻ്റെ പ്രകടനങ്ങളായിരുന്നു ഓരോ പരീക്ഷയും. ഓരോ പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ ഇതേപോലെ ഫ്ലെയർ തയ്യാറാക്കി വാട്സപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അനുമോദനങ്ങൾ നൽകിയിരുന്നു. പക്ഷേ അവസാന ഫൈനൽ റിസൾട്ട് നമ്മൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് പ്രഖ്യാപിക്കാതിരുന്നത് ഇതിൻ്റെ സർപ്രൈസ്, ഇതിൻ്റെ ഒരു സസ്പെൻസ് അങ്ങനെ നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇപ്പോഴും ഈ 120 കുട്ടികൾ പരീക്ഷ എഴുതിയപ്പം എത്ര പേരാണ് ഈ സ്കോളർഷിപ്പിന് അർഹരായത് എന്ന് ആരും അറിയാതെ കിടക്കുകയാണ്. അവ സസ്പെൻസോടെ ബ്രേക്ക് ചെയ്യാണ്, ഇതിവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിന് മുമ്പ് പറയാനുള്ളത്, പല പരീക്ഷകളിൽ റിസൾട്ടുകൾ മാറി വന്നപ്പോൾ നേരത്തെ മാതൃകാ പരീക്ഷകളിൽ ഉന്നത സ്കോർ നേടിയ കുട്ടികൾ ചിലപ്പോൾ ഇതിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ടാകാം. നേരത്തെ അത്രമാത്രം സ്കോർ ചെയ്യാത്ത കുട്ടികൾ പിറകെ നിന്ന് ഓടി വന്ന് മുമ്പിൽ സ്ഥാനം പിടിച്ചവരുണ്ട്. റമദാൻ മാസം ഉണ്ടായിരുന്നു, പിന്നെ പരീക്ഷക്കാലം ഉണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് ഏപ്രിലാണ് ഈ പരീക്ഷ നടന്നത്. പരീക്ഷ കഴിഞ്ഞിട്ടും പുസ്തകം ദൂരോട്ട് മാറ്റിവെക്കാൻ കഴിയാത്ത തരത്തിൽ നിങ്ങളോട് ക്രൂരത ചെയ്തു എന്ന് വേണമെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ അവസാനം വരെ ഈ പ്രോജക്റ്റിന്റെ കൂടെ നിന്ന് പരീക്ഷ എഴുതി. അതുകൊണ്ട് തന്നെ വളരെ ആകർഷകമായ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ പ്രോജക്റ്റിലെ മുഴുവൻ കുട്ടികൾക്കും ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. കൈയടിക്കാം. അത് ഞങ്ങളുടെ സ്നേഹ സമ്മാനമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ തുടർച്ച അടുത്ത വർഷം വളരെ വിപുലമായി, കുറച്ചുകൂടി ആകർഷകമായി, ഈ വർഷം എന്തൊക്കെയാണോ മിസ് ചെയ്തത് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഒരു തരത്തിൽ ചടപ്പിക്കാതെ ബോറടിപ്പിക്കാതെ ആസ്വദിച്ച് ആഘോഷിച്ച് ഈ പ്രൊജക്റ്റ് അടുത്ത വർഷവും തുടരുമെന്ന് നിങ്ങളോട് അറിയിക്കുകയോട് ചെയ്യണം. 3 റാങ്കുകളിലായിട്ട് 28 കുട്ടികൾക്കാണ് 1,00,000 രൂപയുടെ സ്കോളർഷിപ്പ് നമ്മൾ വീതിച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല സ്കോർ ചെയ്ത് ഇതിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അടുത്ത വർഷത്തെ പ്രോജക്റ്റിൽ എല്ലാവർക്കും ഫുൾ A+ഉം അതേപോലെ ഇത്തരത്തിൽ നടക്കുന്ന പരീക്ഷയിൽ ഉന്നത വിജയവും നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 23 റാങ്ക് നേടിയ 28 പ്രതിഭകളെ ഈ സദസ്സും ഈ വേദിയും സാക്ഷി നിർത്തി ഇവിടെ അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുകയാണ്.
28ാം റാങ്ക് നേടി ഈ സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ള റാങ്ക് നമ്പർ 23, സ്കോർ 100.5, 100.5. ഇത് ലോ സ്കോറിംഗ് എക്സാം ആയിരുന്നു. സാധാരണ A+ കിട്ടുന്നത് പോലെ എളുപ്പമായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. 100.5 സ്കോർ നേടി 23ാം റാങ്ക് നേടിയാണ് ഹൃദ്യ എസ് രാജ്, 9th C. ഓരോ പേര് വായിക്കുമ്പോഴും നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാന താരം കൂടിയാണ് ഹൃദ്യ. രക്ഷിതാക്കളും ഈ വേദി സദസ്സിൽ സന്നിഹിതരായിട്ടുണ്ട്. പേര് വിളിക്കുമ്പോൾ ഒന്ന് കുട്ടികൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റൊന്ന് കൈവീശി കാണിക്കുന്നത് ഇതിൻ്റെ ഒരു സന്തോഷമാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഹൃദ്യ എസ് രാജ്, താങ്ക് യു. 23 റാങ്ക് പങ്കിട്ട മറ്റൊരു കുട്ടി അത്തീഫ അഫ്രീൻ, 9th K, 100.5. അത്തീഫ അഫ്രീൻ അസുഖമായി വീട്ടിൽ വിശ്രമത്തിലാണ്. രക്ഷിതാവ് വന്നതെന്ന് അറിയില്ല. അത്തീഫ അഫ്രീൻ രക്ഷിതാവ് ഉണ്ടാവും. 22ാം റാങ്ക് നേടിയത് താത്തു നിതാഖൈ, 9th B, താത്തു. 21ാം റാങ്ക് അഖില മറിയം, 9th G. രക്ഷിതാവുണ്ടെങ്കിൽ രക്ഷിതാവ് കൂടി നിന്നാൽ സന്തോഷമാണ്. 20ാം റാങ്ക് നേടിയത് മുഹമ്മദ് റസ്മിൽ KK, 9th F. മുഹമ്മദ് റസ്മിൽ രക്ഷിതാവ്. 19ാം റാങ്ക് നേടിയത് സാലിഹ അലി, 9th F. സാലിഹ അലി, രക്ഷിതാവ്. വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം. നെക്സ്റ്റ് 18ാം റാങ്ക് നേടിയത് മിൻഹ ഫാത്തിമ VP, 17. മിൻഹ ഫാത്തിമ ഈ പ്രോജക്റ്റിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല. പിന്നീട് താല്പര്യമുള്ളവർക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അവസാനം ഈ പദ്ധതിയിൽ വരികയും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് ഈ സ്കോളർഷിപ്പിന് അർഹയാവുകയും ചെയ്യുന്നു മിൻഹ ഫാത്തിമ. കൺഗ്രാജുലേഷൻസ്. ദെൻ 17ാം റാങ്ക് നേടിയത് എയ്സ ഫാത്തിമ, 9th K. എയ്സ എന്ന് ലീവ് അറിയിച്ചിട്ടുണ്ട്. 17ാം റാങ്ക് മറ്റൊരു കുട്ടി ഷഹസാദ് ബിൻ സജീർ, 9th K. സജീർ വന്നിട്ടുണ്ട്. 17ാം റാങ്ക് മറ്റൊരു കുട്ടി റിസ AK, ഇവിടുത്തെ സ്കൂളിലെ മകളാണ് റിസ. കൺഗ്രാജുലേഷൻസ്. 16ാം റാങ്ക് ദേവം എസ് രാജേഷ്, രക്ഷിതാവ് വന്നിട്ടുണ്ട്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ദെൻ 15ാം റാങ്ക് ഹാദി അബൂബക്കർ, 9th K എന്ന് ലീവ് അറിയിച്ചിട്ടുണ്ട്. 15ാം റാങ്ക് മുഹമ്മദ് സിനാൻ TK, 9th E. മുഹമ്മദ് സിനാൻ എന്ന് ലീവ് അറിയിച്ചിട്ടുണ്ട്. ദെൻ 14ാം റാങ്ക് മുഹമ്മദ് സുഹൈൽ CV, 9th B. ഓക്കെ, രക്ഷിതാവ് വന്നിട്ടില്ല. ദെൻ 16ാം റാങ്ക് നേടിയത് 13ാം റാങ്ക് നന്ദിക സഹദേവൻ, 9th C. നന്ദിക, ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ദെൻ 12ാം റാങ്ക് നേടിയത് മിസ്ന നൗറിൻ, 9th K, സ്കൗട്ട് ഗൈഡ്സിന്റെ ക്യാമ്പിലാണ്. 11ാം റാങ്ക് നേടിയത് ഷൻസ അജ്മൽ, 9th F. രജനിയുടെ മകളാണ്. കൺഗ്രാറ്റ്സ്. ഇനി ടോപ്പ് 10 റാങ്കിൽ വന്ന വിദ്യാർത്ഥികളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. റാങ്ക് 10 നേടിയിരിക്കുന്നത് 9th F മുഹമ്മദ് ഹാഫിസ്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. റാങ്ക് നമ്പർ 9 ശ്രൈധവ്ലാൽ, 9th F. ശ്രൈധവ്ലാൽ എന്ന ലീവ് അറിയിച്ചിട്ടുണ്ട്. ദെൻ 8ാം റാങ്ക് നേടിയത് ആയിഷ തൻഹ, 9th C, ഗൾഫിലാണ്. ഓക്കെ. 8th റാങ്ക് നേടിയത് കാർത്തിക K. കാർത്തിക NMS ജനറൽ കൂടിയാണ്. ദെൻ 7ാം റാങ്ക് നേടിയത് നജ ഫാത്തിമ, 9th A. നജ, കൺഗ്രാജുലേഷൻസ്. ദെൻ 6ാം റാങ്ക് നേടിയത് അർവ റിയാസ്, 9th C, NMS കൂടിയാണ്. ഇനി അവസാന 5 റാങ്ക് നേടി ഉന്നതമായ സ്കോളർഷിപ്പ് തുക നേടിയ വിദ്യാർത്ഥി പ്രതിഭകളെയാണ് പരിചയപ്പെടുത്തുന്നത്. 5ാം റാങ്ക് നേടിയത് 9th A സിദ്ര നൗഫൽ, TK അനുസരിച്ചുള്ള ഒരു മകളാണ്. കൺഗ്രാറ്റ്സ്. 4ാം റാങ്ക് നേടിയത് 9th C ക്ലാസ്സിലെ അനീല M. അനീല, രക്ഷിതാവ്. ഓക്കെ. ഇനി ആദ്യ 3 റാങ്കിനെയാണ് പ്രഖ്യാപിക്കുന്നത്.
മാതൃകാ പരീക്ഷകളിൽ ആദ്യത്തെ 5 റാങ്കുകൾ ഇതുവരെ വരാതിരുന്ന നമ്മുടെ സ്കൂളിന്റെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാന കലോത്സവ വിജയി കൂടിയായിട്ടുള്ള 9th Fലെ അമൽ സയാന ആണ് 1ാം റാങ്ക് നേടിയത്. കൺഗ്രാജുലേഷൻ ജാഫർ സാർ കൂടി എത്തിയിരിക്കുന്നത്. ഈ ടാലന്റ് ഹണ്ടിന്റെ പരീക്ഷയിലുടനീളം 1ഉം 2ഉം റാങ്കിന് വേണ്ടി മാറി മാറി മത്സരിച്ച് കഴിഞ്ഞ മാതൃകാ പരീക്ഷ അല്പം പിറകിലായി പോയി. പിന്നീട് കുതിച്ചു ചാട്ടം നടത്തി 2ാം റാങ്കിലേക്ക് ചെറിയ വ്യത്യാസത്തിൽ കടന്നു വന്ന 9th Cയിലെ ഭരതർഷ ആണ് 151 സ്കോർ ചെയ്തിട്ടാണ് ശ്രീജേഷ് കൊടുക്കുന്നത്. 151 ഔട്ട് ഓഫ് 200. ഇനി നമ്മൾ 1ാം റാങ്ക് പ്രഖ്യാപിക്കുകയാണ്. ഈ പരീക്ഷയുടെ പരിശീലനം തുടങ്ങി ആദ്യ മാതൃകാ പരീക്ഷ മുതൽ അവസാനം വരെ അൺഡിഫിക്റ്റബിൾ ഫിഗറായി അൺസ്റ്റോപ്പബിൾ ഫിഗറായി ഈ പ്രൊജക്ടിന്റെ കുത്തക നിലർത്തിയ 156.5 മാർക്ക് നേടിയ 9 Fലെ നിൽവ ലിയ. ഇതൊരു ആകസ്മികത കൂടിയുള്ളത് ബഹുമാനിയ CK മാസ്റ്ററുടെ പേരക്കുട്ടി കൂടിയാണ് നിൽവാലിയ. പ്രൊഫസർ ഡോക്ടർ ലിയാഖത്ത് അലി ഷഹർബാൻ രക്ഷിതാക്കൾ വേദിയിലുണ്ട്. എല്ലാവരെയും ഉത്തരകണ്ഠം പ്രശംസിക്കുന്നു. ഇതിൽ തുടർച്ച സജീവമായിട്ട് നടക്കുമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രൊജക്റ്റിൽ അവസാനം വരെ നിൽക്കുകയും ഇന്നത്തെ വൈകുന്നേരം കളികളൊക്കെ മാറ്റിവെച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ 28 വരെ പ്രഖ്യാപിക്കുമ്പോൾ എന്താ പറയുക, മനസ്സ് തുറന്ന് കൈയടിച്ചവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അടുത്ത ടാലന്റ് ഹണ്ടിന്റെ പരീക്ഷാകാലം വരട്ടെ കാണിച്ചു തരാമെന്നൊരു പ്രതിജ്ഞ മനസ്സിലെടുത്തിട്ടുള്ള മുഴുവൻ പ്രതിഭകളെയും അവിടെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത വർഷം 9ാം ക്ലാസ്സിലേക്ക് വരുന്ന ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വരാനെത്തിച്ചേർന്നുള്ള വിദ്യാർത്ഥികളെ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായി ഓൺലൈനിൽ ഈ ടാലന്റ് ഹണ്ട് പരിപാടിക്ക് ഓറിയന്റേഷൻ നൽകിയിട്ടുള്ള ബഹുമാനായ ഡോക്ടർ UK അബ്ദുൽ നാസർ, പ്രിൻസിപ്പൽ ഡയറ്റ് കാലിക്കറ്റ്, നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഈ സ്കോളർഷിപ്പിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കണമെന്നാണ് CK സുധാകർ ഒരു കുറിപ്പ് തന്ന് പറയുന്നത്. നേരത്തെ ആമുഖത്തിൽ അത് പറഞ്ഞതാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഇതൊരു ടീം വർക്കായിരുന്നു, ഒരു കളക്റ്റീവ് എഫേർട്ടായിരുന്നു. 9ാം ക്ലാസ്സിലെ മുഴുവൻ ക്ലാസ് ടീച്ചേഴ്സ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. HM സാർ നല്ല നേതൃത്വം നൽകി. PTA മാനേജ്മെന്റും അതേപോലെ ഞങ്ങളുടെ സ്റ്റാഫ് ഒന്നടങ്കം ഇതിന്റെ കൂടെ നിന്നും, രക്ഷിതാക്കളും ഇതിന്റെ കൂടെ നിന്നു. മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ ഈ പദ്ധതിക്ക് 4 ലക്ഷം രൂപ തന്നെന്ന് മാത്രമല്ല ഇതിന്റെ ഓരോ നീക്കങ്ങളിലും ഓരോ മുന്നേറ്റങ്ങളിലും ഇടപെടുകയും ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. എല്ലാവരും വേദിയിലും സദസ്സിലുമുണ്ട്. എല്ലാവരോടുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ UK അബ്ദുൽ നാസർ സാറെ നിങ്ങളെ അനുമോദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഒരു ഏറ്റവും നല്ല വളരെ ധന്യമായ ഒരു സദസ്സിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. 9ാം ക്ലാസ്, സാധാരണ നമ്മൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് 10ാം ക്ലാസ്സിലെ വിജയവും അതും കാത്തിരുന്ന് A+കാരെ കണ്ട് അങ്ങനെ നേരത്തെയൊക്കെ റാങ്കും ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സൊക്കെ കാണുന്ന കാലത്തും നമ്മൾ 10ാം ക്ലാസ്സിനെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിൽ CK മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ നമുക്ക് ഒരു പ്രത്യേകത കാഴ്ചവെച്ചിരിക്കുക. ആദ്യമായി ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുക്കുകയും അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്ത മെയിൻ കമ്മിറ്റി പ്രസിഡന്റ് അടക്കമുള്ള ആ കുടുംബാംഗങ്ങളെ ഞാൻ വളരെ നല്ല നിലയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. അല്ലാഹു അവരെ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരാൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഒരാളുടെ കർമ്മപഥത്തിൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ്. വിദ്യാഭ്യാസം നൽകുകയും അതുപോലെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് എവിടേക്ക് പോയി വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുമോ അവിടത്തേക്ക് വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകാനും ഒക്കെ നമ്മൾ ഓരോരുത്തരെയും വിവിധ മതങ്ങളുടെ അടിസ്ഥാനത്തിലും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ തത്വശാസ്ത്രങ്ങളും പറയുന്ന ഒന്നാണ് ഓരോ ആൾക്കുമുള്ള വിദ്യാഭ്യാസം. അവരുടെ സംസ്കാരത്തെ മാറ്റിയെടുക്കുന്നവരുടെ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംരംഭം എന്ന് പറയുന്നത് അതും 9ാം ക്ലാസ്സിൽ, അപ്പം നിങ്ങൾക്കുള്ള ഒരു നല്ല ഒരു പ്രചോദനമാണ്. ഈ പ്രചോദനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുമ്പോൾ അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പം നിങ്ങളുടെ ഒരു ദൂരവ്യാപകമായ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. എനിക്ക് ഇതിനേക്കാൾ ഉന്നതമായ ഒരു നേട്ടം അടുത്തതിൽ കൈവരിക്കണം.
ഈ മാർഗമൊന്നും ഒന്നും തന്നെയല്ല. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വേണം, എൻ്റെ ചര്യകളിൽ മാറ്റം വേണം, എൻ്റെ സംസ്കാരത്തിൽ മാറ്റം വേണം. ഇത്രയും 9ാം ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെയൊക്കെ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെത്തി പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് ഞാനൊരാളാകെ മാറി, എൻ്റെ ജീവിതവും സംസ്കാരവും ഒക്കെ മാറി, എൻ്റെ പഠിത്തത്തിൽ മാറ്റം വന്ന്, എൻ്റെ മാർക്കുകളിൽ മാറ്റം വന്ന് എനിക്കൊരു സമൂലമായ മാറ്റം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാനാണ് ഇങ്ങനെ ഒരു സംരംഭം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തുതന്നെയായാലും നമ്മുടെ ഞാൻ ഉദ്ഘാടനം സൂചിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിദ്യാർത്ഥിക്കും അതിൻ്റേതായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠ്യ രീതി ഇന്ന് നമ്മളിൽ ഇല്ല എന്നുള്ളത് കൂടി ഒരു സത്യാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പലരും പറയുന്നത് പോലെ ഇപ്പം ലഹരിക്കൊക്കെ അടിമയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറു വിഭാഗങ്ങൾ, യുവതലമുറകൾ നമ്മൾ കാണുമ്പോഴും നമ്മൾ പറയുന്നത് ഇന്ന് അധ്യാപകരെ ബഹുമാനിക്കുന്നില്ല, അവരെ ആദരിക്കുന്നില്ല, രക്ഷിതാക്കന്മാരോട് മാതാപിതാക്കളോട് പൊരുത്തമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ആദരവും ബഹുമാനവും നമ്മളിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് വിദ്യ പകർന്നു വരുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഗുരു ദൈവോഭവനാണ്. ദൈവത്തിന് തുല്യമായിട്ടാണ് ഗുരുനാഥനെ നമുക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഗുരുനാഥൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു ഗുരുനാഥന് മുമ്പ് കിട്ടുന്ന 40, 39, 38, 50 കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് വരുന്നവരല്ല, അവരുടെ കുടുംബത്തിലുള്ളവരാണെന്ന് നിർബന്ധമില്ല, അവരുടെ കുലവയിൽപ്പെട്ടവരാണെന്നില്ല, അവരുടെ ജാതി ആകണമെന്നില്ല. പക്ഷെ അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് തരുന്ന വിദ്യാഭ്യാസവും നിങ്ങൾക്ക് തരുന്ന പെരുമാറ്റച്ചട്ടങ്ങളും നിങ്ങളോട് പറയുന്ന ആ സംസ്കാരങ്ങളും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സമുദായം, ഈ ഒരു സമൂഹം ഇവിടെ നല്ലവരായി വരണം എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ പ്രദേശത്ത് നമുക്ക് വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ മാനവ പ്രസന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ തന്നെ അഡ്മിഷൻ ക്ലോസ് ആവുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളെ വളരെ നല്ല നിലയിൽ ചിട്ടയോടും സംസ്കാരത്തോടും കൂടി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടി വീടാന്തരം കയറി നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ ഫ്രീ ആയിട്ട് വണ്ടി അയച്ചു തരാം എന്ന് പറഞ്ഞ് കുട്ടികളെ പിടിച്ചു കൊണ്ടുവരുന്ന ഒരു സമയത്താണ് പ്രസന്റ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നത്. ഇനിയിപ്പോൾ SSLC റിസൾട്ട് വന്നാൽ കാണാം, ഹയർ സെക്കൻഡറി ഓൺലൈൻ പെട്ടെന്ന് തന്നെ അങ്ങ് പൂർത്തിയാകും. ആകെ ഒരു മാനേജ്മെന്റിലുള്ള 20 സീറ്റിന്റെ പിടിയും വഴിയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, നേരത്തെ പലരും പറഞ്ഞ് നമ്മൾ കുറേ ക്ലാസ്സുകളിലൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിട്ടാവട്ടങ്ങളിൽ നിങ്ങളെ വളർത്തിയെടുക്കുന്ന ഈ ഗുരുഭൂതന്മാരെയും നിങ്ങളുടെ അധ്യാപകന്മാരെയും നിങ്ങൾ അതിൻ്റെതായ വിനയത്തോടും സഹിഷ്ണുതയോടും കൂടി കാണുകയും അവർ നിങ്ങൾക്ക് തരുന്ന നിങ്ങൾക്കായ ഉപദേശങ്ങളും കാര്യങ്ങളും പഠിത്തങ്ങളും ഒക്കെ വളരെ ആത്മാർത്ഥമായി അവരുടെ ആത്മാർത്ഥത പോലെ തന്നെ നിങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ല മികച്ച സ്വഭാവത്തിൻ്റെയും അതുപോലെ തന്നെ നാളത്തെ സമൂഹത്തിൻ്റെ നാളത്തെ ഈ ഒരു വലിയൊരു ജനറേഷൻ്റെ നേതാക്കന്മാരായി അവരെ നയിക്കാൻ പറ്റുന്നവരായി അവർക്ക് ഒരു മാതൃകയായി ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി നോക്കാം. ഈ ഒരു വിദ്യാലയത്തിലെ പ്രതിഭകൾക്ക് വേണ്ടിയിട്ട് ഒരു എക്കാലവും നിങ്ങൾ ഈ വിദ്യാലയത്തിലൂടെ കടന്നുപോയി എന്നുള്ളതിനും ഈ വിദ്യാലയത്തിലെ ഏറ്റവും മികച്ചതായിരുന്നു അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നാട്ടിൽ തന്നെ ഈ ഒരു പ്രദേശത്ത് തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നന്ദി കുറിച്ചിട്ടുള്ള ഒരു മഹാനായ ഒരു മനീഷിയുടെ കുടുംബം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു അവാർഡ് ചടങ്ങിലെത്തിയിട്ടുള്ള ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട അംഗങ്ങൾ, സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ, അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങളടുത്ത് ഒരു പ്രഭാഷണം കൂടി നടത്തുന്ന അഡ്വക്കേറ്റ് ലിയാഖത്ത് സർ,
വേദിയിലുള്ള ഓരോരുത്തരെയും ഞാൻ എടുത്ത് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളാണ്. എനിക്ക് പരിചയപ്പെടാൻ വേണ്ടി ആദ്യത്തെ 2 സമയത്ത് പരിചയപ്പെടുത്തലുകൾ ഞാൻ കേട്ടു. അങ്ങനെ വേദിയിലും സദസ്സിലുമുള്ള സ്കൂളിലെ മാനേജ്മെന്റ് ടീമിൽ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, മിടുക്കികളെ, മിടുക്കന്മാർ, സത്യത്തിൽ ഞാൻ ഇന്നത്തെ ഒരു യോഗത്തിൽ ആദ്യം അഭിസംബോധന ചെയ്യേണ്ടത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മിടുക്കരെയാണ്. പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ളവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വേദിയിൽ പ്രോട്ടോകോൾ തിരിക്കാൻ എനിക്ക് പാടില്ലാത്തതുകൊണ്ട് ആദ്യം ഞാൻ പ്രസിഡന്റിനെ അഭിവാദ്യം ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഇന്ന് ഇവിടെ ഏറ്റവും ഷോക്കേസ് ചെയ്യുന്ന പ്രോട്ടോകോളിൽ നേരെ തിരിച്ച് നിങ്ങളാണ് ആദ്യം പറയേണ്ടത്. കാരണം ഒരു വിദ്യാലയം തുടങ്ങി വെച്ചിട്ടുള്ള ഒരു മികച്ച പരിപാടിക്ക് നിങ്ങൾ ഏറ്റവും അതിന് കൂടെ നിന്നു എന്നുള്ളതാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിങ്ങളുടെ പ്രിയങ്കരനും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള മൊയ്തു മാഷിനെ കൂടിയായിരുന്നു വന്നത്. അപ്പോൾ മൊയ്തു മാഷോട് ഞങ്ങളിങ്ങനെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ പറ്റിയും മാഷന്മാരെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടികളല്ല മെയിൻ പ്രശ്നം, നമ്മൾ തന്നെയാണ്, വെറുതെ നമ്മളെപ്പോലെയാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുന്നത് 3 Cകളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. 3 C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 Cയുടെ എക്സ്പാൻഷൻ നമുക്ക് വേണമെങ്കിൽ, ഒന്നാമത്തെ C എന്ന് പറയുന്നത് കണ്ടന്റാണ്, നമ്മളുടെ ഉള്ളടക്കമാണ്. രണ്ടാമത്തെ C എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ C എന്ന് പറയുന്നത് കോമ്പിറ്റൻസിയാണ്, നമുക്ക് അതിനുള്ള കഴിവും ശേഷിയുമാണ്. ഞാൻ പറഞ്ഞത് കോമ്പിറ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ പോലും ഒരു അധ്യാപകൻ ആദ്യത്തെ 2 ഉണ്ടെങ്കിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, അയാൾക്ക് നല്ലൊരു അധ്യാപകനായിട്ട് മാറാൻ കഴിയും. കാരണം കണ്ടന്റും കമ്മിറ്റ്മെന്റും ഉണ്ടായാൽ മതി. ഞാനിവിടെ നിങ്ങളെടുത്തേക്ക് വരുമ്പോൾ ആ സിയെ 4 C ആക്കിയിട്ട് മാറ്റുകയാണ്. നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഈ 3 എണ്ണത്തിന്റെ പുറമെ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നിങ്ങളുടെ സ്കോറിലൂടെ നിങ്ങൾ കാണിച്ചു തന്നു. അവസാന ലാപ്പിൽ കയറിയിട്ട് മുന്നിൽ വന്ന ആളുകളും ആദ്യം തൊട്ട് അവസാനം വരെ വിട്ടുകൊടുക്കില്ല എന്ന് എൻ്റെ ഉള്ളടക്കത്തിലും എൻ്റെ അറിവിലും എൻ്റെ ജ്ഞാനത്തിലും ഞാൻ മറ്റൊരാളെ മുന്നേറാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന രീതിയിലുള്ള മിടുക്കും ഈ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ കയറി വന്നിട്ട് ഏറ്റവും മുന്നിലേക്ക് വന്നിട്ടുള്ള പ്രതിഭയും ഒക്കെ ഉള്ളപ്പോൾ കണ്ടന്റിന്റെ കാര്യത്തിൽ നിങ്ങളെ വല്ലാതെ പറയുന്നില്ല. കണ്ടന്റ് രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. മാഷ് പറഞ്ഞു, നിങ്ങളോട് എന്നും ഞാൻ ബഹളം ഉണ്ടാക്കാനാണ് പറയാറുള്ളത്. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ വേദി ഒരു 2 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ നല്ല ശ്രദ്ധാക്കളായിട്ടിരിക്കണം. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, ഈ ഭാഗത്തേക്കല്ല ഞാൻ നോക്കിയിട്ടുള്ളത്, ഈ ഭാഗത്തേക്കാണ്. ഇരിക്കുന്ന ഇരിപ്പില് ഇതുവരെ അവന്റെ കാല് പോലും അവനെ അനക്കിയിട്ടില്ല. അങ്ങനെ ഒരു കുട്ടിക്ക് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യത്തിനോട് നിങ്ങൾ എത്രത്തോളം കമ്മിറ്റഡ് ആണ് എന്നുള്ളതാണ്. കോമ്പിറ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ ഇന്ന് കടന്നു പോയിരിക്കുന്ന വഴിയിലൂടെ നിങ്ങൾ അതുകൊണ്ടുള്ള നേട്ടം നിങ്ങൾ ആർജിക്കാൻ പോകുന്നത് ഇനിയും വരുമ്പോഴാണ്. കോമ്പിറ്റൻസിയും നിങ്ങൾക്കുണ്ട്. ഏറ്റവും പ്രധാനം 4ാമത്തെ C ആണ്. 4ാമത്തെ C ഞാൻ ഫൈസൽക്കായിട്ട് സംസാരിക്കുകയാണ്. ഫൈസൽക്ക എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ഡീസ്കൂളിങ്ങിന്റെ വക്താവാണ്. എൻ്റെ മക്കളെയൊക്കെ ഞാൻ ഡീസ്കൂളിങ്ങിന് ഇപ്പൊ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ BEd പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഡീസ്കൂളിംഗ് എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുള്ളത്. ഇവാൻ ഇല്ലിച്ച് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ മുന്നോട്ട് വെച്ചപ്പോൾ കാര്യമാണ് ഡീസ്കൂളിംഗ്. ഡീസ്കൂളിംഗ് പറഞ്ഞപ്പോഴേ ഞാനൊക്കെ ഇവാൻ ഇല്ലിച്ച് അയാൾക്ക് എന്തൊരു ഭ്രാന്തനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാനാണ്. ഒരു വിദ്യാലയം തുറന്നിട്ടുണ്ടെങ്കിൽ 10 ജയിലുകൾ അടച്ചുപൂട്ടുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ സമയത്ത് ഇവാൻ ഇല്ലിച്ച് എന്ന് പറയുന്ന ഇയാൾ എന്തുകൊണ്ടാണ് ഡീസ്കൂളിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്കൂളുകൾ മുഴുവൻ തകർത്ത് കളഞ്ഞാലെന്നുള്ളത്. ഇപ്പം ഫൈസൽക്ക് അതിന്റെ നമ്മുടെ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ അതിന്റെ പുതിയൊരു മായന എന്നോട് പറഞ്ഞു. ഡീസ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ടെക്നോളജിക്കൽ ഡിസ്ട്രപ്ഷൻ ഒക്കെ പറയുന്നത് പോലെ ഒരു വിദ്യാലയം അതിന്റെ താവഴി തനത് വഴിയിൽ നിന്ന് മാറിയിട്ട് അതുണ്ടാക്കുന്ന പുതുമകളാണ്, കുട്ടികൾക്ക് മാറി ചിന്തിക്കാനുള്ള പുതുമകളാണ് യഥാർത്ഥത്തിൽ ഡീസ്കൂളിംഗ് എന്ന് പറയുന്നത്. പരമ്പരാഗതമായിട്ട് നമ്മൾ നടത്തി വരുന്ന അധ്യാപകൻ പറയുന്നത് എല്ലാം കേൾക്കുന്ന കുട്ടികൾ എല്ലാവരും ശ്രോതാക്കളായിട്ട് ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് എങ്ങനെയാണോ പുതുമകളും ഇന്നോവേഷനുകളും പഠനത്തിലും ബോധനത്തിലും പ്രാപ്യമാകുന്നത്, സാധ്യമാകുന്നത്, അതിനെയാണ് ഡീസ്കൂളിംഗ് എന്ന് എന്നെ പഠിപ്പിച്ചു തരികയായി. അത്തരത്തിൽ ഡീസ്കൂളിംഗിലേക്കുള്ള ഒരു കാൽവെപ്പാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വിദ്യാലയം കാണിച്ചിരിക്കുന്നത്. അത് വിദ്യാലയത്തിന് അടിച്ചു തകർത്തിട്ടോ
വിദ്യാലയത്തിലേക്ക് ഒരു പൊതുവിദ്യാലയത്തിലേക്ക് വരുന്ന കുട്ടികളെ വഴിയിൽ തടഞ്ഞു വെച്ചിട്ട് നിങ്ങളിപ്പോൾ സ്കൂളിലേക്ക് പോകണ്ട എന്ന് പറയുന്നതല്ല. മറിച്ച് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജികൾ, പഠനതന്ത്രങ്ങൾ നമ്മളിൽ ഉണ്ടായി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വിദ്യാലയം അങ്ങനെയായിട്ട് മാറുന്നത്. ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻ എന്ന് പറയും. ഉദാഹരണത്തിന് സാങ്കേതിക വിദ്യ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൊന്നുമല്ല. നമുക്കറിയാം, നമ്മുടെ ബാങ്കുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ബാങ്ക് മാനേജർ എന്ന് പറയുന്ന ആളെ കാണാൻ കഴിയില്ല. കാരണം ഉള്ളിൽ എവിടെയോ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു പെട്ടിക്കൂടിനുള്ളിലായിരുന്നു മാനേജർ ഉണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഒരു ബാങ്കിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് മാനേജറായിരുന്നു. ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും അത്തരത്തിലൊരു മാറ്റം സാങ്കേതിക വിദ്യയിലൂടെ മാറി വന്നിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിച്ചു വരുന്ന, നമ്മൾ പരിചയപ്പെടുന്ന, നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ടെക്നോളജി അത്രയും നമ്മളെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തിന് മുച്ചൂടും സാങ്കേതിക വിദ്യ മാറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിൽ അത് സാധ്യമായിട്ടുള്ളത് കോവിഡിന്റെ സമയത്ത്. കോവിഡിന്റെ സമയത്താണ് സ്കൂൾ എന്താ നടക്കുന്നുള്ളത് നാട്ടുകാരാണ്. സ്കൂളിൽ അധ്യാപകർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോഴാണ്. കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സൂമും ഗൂഗിൾ പോലെയുള്ള സംവിധാനമല്ലേ, ഗൂഗിൾ മീറ്റൊക്കെ, അത് ഉപയോഗിക്കാൻ ഇനിയും ഒരു 6-7 വർഷം കഴിയുന്നതാണ്. പക്ഷേ ബിസിനസ് ഫീൽഡിലൊക്കെ തന്നെ ഈ സൂമും അതേപോലെ തന്നെ ഗൂഗിൾ മീറ്റൊക്കെ വളരെ മുമ്പ് തന്നെ ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. നമ്മളെ കോവിഡ് വരുന്നതിന് ഏറ്റവും മുമ്പ് ഉപയോഗപ്പെടുത്തുന്നവർ. അപ്പൊ ഇതിനെയാണ് ഡിസ്ട്രപ്ഷൻ എന്ന് പറയുന്നത്. ഒരു സാങ്കേതിക വിദ്യ ഒരു സംവിധാനത്തിനെ, ഒരു തൊഴിലിടത്തിനെ, ഒരു വർക്ക് പ്ലേസിനെ ഒക്കെ മുച്ചൂടും മാറ്റിക്കളയുന്നതിനെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിസ്ട്രപ്ഷനാണ് യഥാർത്ഥത്തിൽ പ്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ കാണിക്കുന്നത്. മെഡിക്കലെ വാർത്തെടുക്കാനല്ല, മറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്ന സമഗ്ര പുനർനിർമ്മാണ പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പോലെ ഇപ്പൊ ഞങ്ങൾ നോക്കുന്നത്, അധ്യാപകരൊന്നും നോക്കുന്നത് മെഡിക്കലല്ല. കാരണം ആകെ നമ്മൾ നോക്കേണ്ടത് ലോകത്തിനെ മാറ്റിമറിച്ചവർ ഏറ്റവും മെഡിക്കലുമല്ല, ഏറ്റവും പിന്നാക്കം നിൽക്കുന്നതല്ല. ലോകത്തിനെ മാറ്റിമറിച്ചവർ ഇവിടെ ഇരിക്കുന്നത് പോലെ ഈ ആവറേജുകളാണ്. ഈ ആവറേജുകളാണ് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ നോക്കുകയും കാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 2 സംവിധാനങ്ങൾക്കാണ്, 2 വിഭാഗങ്ങൾക്കാണ്. അത് ഏറ്റവും മിടുക്കർക്കും ഏറ്റവും പിന്നാക്കം നിൽക്കുന്നവരുമാണ്. ഇവരുടെ കാര്യം അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ആരും നോക്കേണ്ട ആവശ്യമില്ല. ആവറേജ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് പോകാനും ഞങ്ങൾ വീടിനത്തിലെ വിഷ്ണു ലോകമാക്കി മാറ്റാനും ഒക്കെ ആ ഒരു വിഭാഗത്തിന് കഴിയും. പക്ഷെ മിടുക്കൽ അങ്ങനെയല്ല. മിടുക്കർക്ക് കൃത്യമായിട്ടുള്ള പാക്കിംഗ് വേണം, മിടുക്കർക്ക് കൃത്യമായിട്ടുള്ള തലോടൽ വേണം, മിടുക്കർക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധം കൊടുക്കണം, മിടുക്കർക്ക് കൃത്യമായിട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുക്കണം, മിടുക്കരെ കൃത്യമായിട്ട് ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ മിടുക്കരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയും. നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളൊക്കെ പഠിച്ച കുടുംബത്തിലുള്ള മിടുക്കരൊക്കെ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന ആവറേജുകൾ എവിടെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നോക്കക്കാർക്കും അങ്ങനെ തന്നെയാണ്. പിന്നോക്കക്കാരെയും നമ്മൾ എപ്പോഴും കൂടെ നിൽക്കാം. ഒരു ക്ലാസ്സിലെ 10 പേര് ഇതുവരെ ആർക്കും അറിയാത്തവരായി പല ക്ലാസ്സുകളിൽ. പക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് തിരുത്തിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ സ്കോറുകളൊക്കെ തന്നെ സമ്പൂർണ്ണ പ്ലസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിലെയും റെഡ് കളറിലുള്ള കുട്ടികളെ നമുക്ക് കാണാം. റെഡ് കളറുള്ള കുട്ടികൾ അവരുടെ പിന്നാക്കക്കാരായിട്ട് അവരെ തട്ടിക്കളയാനോ മാറ്റി നിർത്താനോ അല്ല, മറിച്ച് ഈ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഓരോ വിദ്യാലയം, ഞാൻ ഒരു 30-ലധികം വിദ്യാലയങ്ങളിൽ അത്തരത്തിലുള്ള ഡി കാറ്റഗറി നമ്മൾ പറയുന്ന പിന്നാക്കക്കാരായിട്ടുള്ള പിന്തുണ ആവശ്യമുള്ള കുട്ടികളെ കാണാൻ വേണ്ടി പോയപ്പോഴും എന്തൊരു മിടുക്കരാണ് അവർ. അവർക്ക് ഉത്സാഹത്തോടെ കൂടിയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്റെ വിദ്യാഭ്യാസ വകുപ്പ് പോലും വിചാരിച്ചിരുന്നത് ഒരു കാലത്ത് പിന്നാക്കക്കാരെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഊർജവും പ്രോത്സാഹനവും നമ്മൾ നൽകിയിരുന്നെങ്കിൽ അവർ മാനസികമായിട്ട് തകർന്നു പോകുമെന്നൊക്കെയായി. പക്ഷേ ഈ ഒരു പുതിയ സംവിധാനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, കൂടെ നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ സിനിമയിൽ ആവശ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ചേഞ്ചുകൾ ഉണ്ടാക്കാൻ കഴിയുക ഈ പിന്നാക്കക്കാർക്കായിരിക്കും എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നില്ല, എനിക്ക് തോന്നുന്നു എന്നെക്കാളും നന്നായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ഫൈസൽ സാറൊക്കെ ഇവിടെയുണ്ട്. എനിക്ക് നിങ്ങളോടുള്ള ഒരു ഉപദേശം, അത് ഒരു ദുരുപദേശമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ അതിനെ പറ്റി വിശദീകരിക്കാം. ഇന്ന് ഇവിടെ നിങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ ഇപ്പുറത്തുനിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തതയില്ലായിരുന്നു ഓരോ രക്ഷിതാവും. വേണ്ടത്ര അവസരം സമയം പേടിച്ചുകൊണ്ട് റഷീദ് മാഷി കൊടുത്തില്ലെന്ന് എനിക്കൊരു സങ്കടമുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവും. ഇവിടെ അംഗീകരിക്കപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവും.
ഇവിടെ ഇപ്പൊ അംഗീകരിക്കപ്പെട്ട കുട്ടികളുടെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ടാലന്റ് ഹണ്ടിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന 28 ആളുകളുടെ വന്നിരിക്കുന്ന രക്ഷിതാക്കൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. പ്ലീസ് ധൈര്യമായിട്ട് എഴുന്നേൽക്കുന്നു. യെസ്, നിങ്ങളെ കണ്ടല്ലോ, നിങ്ങൾക്ക് നല്ലൊരു കാപ്പ് കൊടുക്കാം നിങ്ങളുടെ രക്ഷിതാക്കളുണ്ട്. താങ്ക് യു. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എനിക്ക് കുട്ടികളോട് ഉപദേശം, നിങ്ങളെ കെയർ ഓഫിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവരല്ലാതെ അവിടെ കെയർ ഓഫില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഉപദേശം, അച്ഛനെ കൊല്ലണം, ഗുരുവിനെ തോൽപ്പിക്കണം, അമ്മയ്ക്ക് കൊടുക്കരുത്, ഭാര്യയ്ക്ക് കൊടുക്കണം. ഇതെൻ്റെ ഉപദേശമല്ല, ഒരു കേരളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു കവി പറഞ്ഞതാണ്. ആദ്യ അർത്ഥത്തിൽ നമുക്ക് ഇയാൾ എന്ത് തോന്നിവാസ പറയുന്നതെന്ന് തോന്നുമെങ്കിലും അച്ഛനെ കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ വെറുതെ അല്ല അവരൊക്കെ എഴുന്നേറ്റ് നിൽപ്പിച്ചത്. ഇന്ന് അവര് അഭിമാനിതരാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇന്നയാളുടെ മകൾ എന്നുള്ള രീതിയിലല്ല. ഇവിടെ ലിയാഖത്ത് സാറിന്റെ മകളെന്നും ഇന്ന ടീച്ചറുടെ മകളെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെയല്ല നമ്മൾ അറിയപ്പെടുന്നത്. നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ അറിയണം. അതിനെ പക്ഷേ ഈ വിദ്യാലയം നടപ്പിലാക്കുന്ന ചില പരിപാടികളായിരിക്കും, ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന പ്രത്യേക വിദ്യാഭ്യാസ പരിപാടികളായിരിക്കും നിങ്ങളുടെ ഐഡന്റിറ്റി ഉണ്ടാക്കുന്നത്. ആ ഐഡന്റിറ്റി നിങ്ങൾ ഇനി അങ്ങോട്ട് പറയുന്നത് ഇവിടുത്തെ ടാലന്റ് ഹണ്ട് സ്കോളർഷിപ്പിൽ ഒന്നാമതെത്തിയിട്ടുള്ള ഇന്നയാളുടെ ഉമ്മയാണ് പോകുന്നത്, അല്ലെ അമ്മയാണ് പോകുന്നത്. ആ രീതിയിൽ അച്ഛനെയും അമ്മയെയും കൊല്ലണമെന്നാണ്. അല്ലാതെ അവരെ ഇപ്പോൾ ലഹരി അടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന മക്കളല്ല, മറിച്ച് നമ്മൾ അവരെക്കാൾ വളർന്ന് അവർക്കുള്ള ഗിഫ്റ്റായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ അച്ഛനെയും അമ്മയെയും അപ്രസക്തമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഉമ്മയെയും ഉപ്പയെയും അപ്രസക്തമാക്കി മാറ്റുന്നത്. ഗുരുവിനെ തോൽപ്പിക്കണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ പറയൂ, റഷീദ് മാഷയും ടീച്ചറെയൊന്നും തോൽപ്പിക്കാനാവില്ല സാർ. അമ്മാതിരി വൈബാണ് അല്ലേ, അമ്മാതിരി ഉഷാറാണ്, ഞങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല. അവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല. അവരെക്കാൾ മിടുക്കരായിട്ട്, അവരെക്കാൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളുകളായിട്ട്, അവരെക്കാൾ ചടുലതകളായിട്ട് നിങ്ങൾ എന്താണ് മാറുന്നത്, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അവരെ ഗുരുവിനെ തോൽപ്പിക്കാനാവും. അല്ലാതെ ഗുരുവിന്റെ കീഴിൽ നിൽക്കണമല്ല, ഗുരുവിനെക്കാൾ മഹാന്മാരായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. അമ്മയ്ക്ക് കൊടുക്കരുത് എന്നാണ് തീരെ സഹിക്കാൻ പറ്റുന്നത് അല്ലേ. കാരണം അമ്മയ്ക്ക് ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ല. അമ്മ എനിക്ക് ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട്, അല്ലെ ഉമ്മ എനിക്ക് ഇത്ര ശമ്പളം കിട്ടിയിട്ടുണ്ട്, ഇത് ഉമ്മയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. നമുക്ക് കിട്ടിയതെല്ലാം കൂടി ഓരോ മുന്നിൽ വെച്ചിട്ട് എന്താ വേണ്ടി വെച്ചാൽ എടുത്തോളാൻ പറയാം. ഒരിക്കലും അവർക്ക് കൊടുക്കാൻ പാടില്ല. എന്റെ ഷെയർ ഇതാവോ, അമ്മയെ പിടിച്ചോളൂ, എന്റെ വക ഇത്ര പിടിച്ചോളൂ, ഉമ്മയെ ഗൾഫിലൊക്കെ പോയിട്ട് പൈസ ഉമ്മക്ക് എന്റെ വക 2000 കാര്യങ്ങൾ പിടിച്ചോളൂ എന്നല്ല പറയുന്നത്. മറിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം ഉമ്മയെ വെച്ചിട്ട് ആവശ്യത്തിന് തിരിച്ചു വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ബഹുമാനിക്കണം എന്നതാണ്. ഭാര്യയ്ക്ക് കൊടുക്കരുത് എന്നുള്ള ആ ഒരു ചിന്തയോട് ഞാൻ അത്ര അനുകൂലമൊന്നുമല്ല. ഞാനൊരു സ്ത്രീ വിരോധിയായിട്ടല്ല. ആ കവി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഭാര്യയ്ക്ക് കൊടുക്കരുത് എന്നാണ് അയാൾ പറയുന്നത്, എനിക്കങ്ങനെ യോജിക്കില്ല. ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ പാടില്ല, ഒരിക്കലും എടുക്കാൻ പാടില്ല, എടുക്കാൻ അനുവദിക്കരുത് എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. അത് സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിശദീകരിക്കുന്നത്. ഏതായാലും പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അവസാനത്തെ സി ഞാനത് വിശദീകരിച്ചില്ല. 3 സികളെ പറ്റി ഞാൻ വിശദീകരിച്ചെങ്കിലും അവസാനത്തെ സി വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. അവസാനത്തെ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റൻസിയാണ്, സ്ഥിരതയാണ്. സ്ഥിരത എന്ന് പറയുന്നത് നമ്മളുടെ കപ്പാസിറ്റിയെ, നമ്മളുടെ കഴിവുകളെ, നമ്മൾ നേടുന്ന അറിവുകളെ ഒക്കെ തന്നെ അതിനെ ഒരു സ്വഭാവമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ്. മാഷിയുടെ അടുത്തൊരു വർഷം നമ്മുടെ വിദ്യാലയം ഏറ്റെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റ് നിരന്തര വിലയിരുത്തലാണ്, നൈരന്തര്യമാണ്. കുട്ടികളുടെ പഠനത്തിലും സ്വഭാവത്തിലും അവർക്കുള്ള ക്വാളിറ്റികളുടെ നൈരന്തര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ വിദ്യാലയം നടത്തുക എന്ന് പറയും. അത് തന്നെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. സ്ഥിരമല്ലാത്ത ഒന്ന്, എപ്പോഴോ ഉണ്ടാവുന്ന ഒന്ന്, അത് നമ്മൾ പറയുക സ്റ്റാർട്ടപ്പ് മേഖലയിലൊക്കെ പറയുക യൂണിക്കോണുകളല്ല. യൂണിക്കോണുകൾ എന്ന് പറയുന്നത് ഒരു ദിവസം പ്രത്യക്ഷപ്പെടും. വലിയ കമ്പനികളൊക്കെ നിങ്ങൾക്ക് കാണും, ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അത് പൊട്ടി തകർന്നു പോകുന്നത് കാണും. എന്നാൽ നമ്മളായി മാറേണ്ടത് കോക്രോച്ചുകളാണ്. കോക്രോച്ച് എന്ന് പറഞ്ഞാൽ കൂറ പരിണാമത്തിന്റെ ദശാസന്ധിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാത്ത ജീവിയാണ്. ഏത് വലിയ കോവിഡ് വന്നാലും കൂറക്ക് മാത്രം പിടിക്കില്ല. ഏത് വലിയ മഹാമാരി വന്നാലും കൂറ എന്ന് പറയുന്ന ജീവി നാമാവശേഷമായി പോകില്ല. ലോകത്തെ ഒരു നമ്മൾ പറയുന്ന ഒരു ഫോസിൽ ജീവിയാണ് യഥാർത്ഥത്തിൽ കൂറ. അത്രയും വർഷത്തെ പഴക്കമുള്ള ജീവിയാണ്. അങ്ങനെയാണ് നമ്മൾ മാറേണ്ടത്. എക്സിസ്റ്റൻസ് ആണ് പ്രാധാന്യം, സുസ്ഥിരതയാണ് പ്രാധാന്യം. നമ്മളുടെ ഐഡന്റിറ്റി, കൂറകൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. മറ്റ് പല ജീവികൾക്ക്, നാട്ടിലെ കാക്കൾക്ക് പോലും മാറ്റം ഉണ്ടായില്ല. പക്ഷേ കൂറകൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. എല്ലാ സ്ഥലത്തെയും വീട്ടിലൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ കോക്രോച്ചും ഒരേപോലെയുള്ളതാണ്. കാരണം പരിണാമത്തിന്റെ ദശാസന്ധിയിൽ ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻസി നിലനിർത്തുകയും തന്റെ ഐഡന്റിറ്റി നിലനിർത്തുകയും ചെയ്യുന്ന ജീവിയാണ് കൂറ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കൂറയാവണമെന്നാണ്. ഏതിന്റെ കാര്യത്തിൽ? കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും കൂറയാവണം.
അല്ലാതെ യൂണിക്കോൺസ് അല്ല ആവണം. ഒറ്റ വെട്ടിത്തിളക്കമോ ഒറ്റ മാനപ്പഴക്കമായിട്ട് പൊട്ടിക്കയറുകയോ ഒറ്റ പുത്തിരിയായിട്ട് കത്തിയമരുകയോ ചെയ്യുന്നവരല്ല, മറിച്ച് സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന നിങ്ങളുടെ ക്വാളിറ്റിയും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ വാല്യൂസും ഒക്കെ തന്നെ സുസ്ഥിരമായിട്ട് നിലനിർത്തുന്ന മിടുക്കരാവാൻ കഴിയട്ടെ. അവസാനം ഒരു വാഗ്ദാനം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മിടുക്കരെ ഞാൻ എൻ്റെ ഡയറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ ഡയറ്റിലെ അധ്യാപക വിദ്യാർത്ഥികളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കണം. ഈ വർഷം നിങ്ങളെ വിളിക്കും ഒരു ദിവസം. എനിക്ക് അതിന് മുമ്പ് ആഗ്രഹമുള്ള ഒരു 3-4 മാസം കൊണ്ട് ഡയറ്റിൽ വലിയ ഒരു സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ പഠന സംവിധാനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ അതിന് മുമ്പേ തന്നെ നിങ്ങളെ വിളിക്കും. എന്നിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വിളിക്കും. കാരണം അത്രയും ഭാഗ്യം 6 മാസം എടുക്കും. പക്ഷെ നിങ്ങൾക്കൊരു സമ്മാനമുണ്ട്. ഞാനത് റഷീദ് സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന ഏജ് എന്ന് പറയുന്നത് സ്പേസ് ഏജാണ്. സ്പേസ് ഏജാണ്. നമ്മുടെ AI ഒക്കെ മാറിയിട്ട് സ്പേസ് ഏജിലേക്ക് വരാൻ പോകും. സ്പേസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും പുതിയ ജോലി സാധ്യതകൾക്കും ഒക്കെ വരികയാണ്. അപ്പോൾ സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതാ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ ഒരു സ്പേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ ഒരു പോസ്റ്റിംഗ് ഞാൻ രജിസ്റ്റർ സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ഒരു 10 കുട്ടികളെങ്കിലും അതിൽ രജിസ്റ്റർ ചെയ്യണം. അത് സ്പേസ് മേഖലയിൽ കുട്ടികളുടെ സ്റ്റാർട്ടപ്പ് ചിന്തകൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള കാലത്ത് നമ്മൾ A+കാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പുറത്തു തട്ടിയിട്ട് പറയും മിടുക്കനാണെന്ന് പറയും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഒരു തൊഴിലിടത്തിലേക്ക് നിങ്ങൾ A+മായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആള് മിടുക്കനാണ് പറയും. പക്ഷെ എൻ്റെ പണിക്ക് നീ കൊള്ളൂല, എൻ്റെ പണിക്ക് വേണമെങ്കിൽ ഇന്ന സ്കില്ല് വേണമെന്നാണ്. സ്കില്ലല്ലാത്ത ഒരു കുട്ടിക്കും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പൊക്കെ അതിന്റെ പഠന രീതികളൊക്കെ സ്കില്ലിങ്ങിലേക്ക് മെല്ലെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ 50 വിദ്യാലയങ്ങൾ ഏറ്റവും ആധുനികമായിട്ടുള്ള സ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സ്കിൽ സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്കില്ലിങ്ങിലേക്ക് നിങ്ങൾ മെല്ലെ ഷിഫ്റ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള സ്കില്ലിങ്ങിന്റെ സാധ്യതകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയിട്ട് NIT പോലുള്ള സ്ഥാപനമൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അവിടെ സ്പേസ് റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു കേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മാസം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കുന്ന വലിയൊരു പദ്ധതിക്ക് വരാൻ പോവുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി 300 കോടി രൂപയുടെ ഒരു വലിയ റിസർച്ച് സംവിധാനം നമ്മുടെ NIT സ്കൂൾ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. ഞാനിതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ക്രസന്റ് സ്കൂളിൽ നിന്ന് ഒരു 10 കുട്ടികളെങ്കിലും അവിടെ എത്താൻ ഉണ്ടാവില്ലേ? ഈ കാർട്ടൂൺ പോലെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിങ്ങൾ പറയുന്നത് പ്ലീസ് കം വിത്ത് ദിസ് ആക്ഷൻ. വരട്ടെ, എല്ലാവരും വരട്ടെ, കൈ പൊക്കിയിട്ട് വരട്ടെ. യെസ്, ഹൗ മെനി ഓഫ് യു പ്ലീസ് കം ഓൺ. യെസ്, അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞത് എല്ലാ സ്ഥലത്തും ഞാനിത് പറയാറുണ്ട്. ഏതായിരുന്നാലും എല്ലാ മിടുക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിദ്യാലയത്തിലെ അധ്യാപകരും അതേപോലെ തന്നെ മാനേജ്മെന്റും ഈ കാണിച്ചു തന്നിരിക്കുന്ന വഴി ഏറ്റവും മികച്ചതായിട്ട് മാറട്ടെ. ഇതിന് പിന്നിൽ അഹോരാത്രം അധ്വാനിച്ചിട്ടുള്ള അധ്യാപകരെയും വിദ്യാർത്ഥികളെയും PTA ഭാരവാഹികളെയും ഇതിന് കൂടെ നിൽക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒപ്പം ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു കുടുംബം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കുടുംബം ഒരു നാടിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് അക്ഷീണം അധ്വാനിച്ച ഒരുപക്ഷെ ക്രിസ്ത്യൻ സ്കൂൾ എന്ന് പറയുമ്പം മാമുമാഷെ മറക്കാൻ കഴിയില്ല. മറ്റ് ഒരു പ്രതീക്ഷകളും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ചില ബെനിഫിറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് എന്തിലാണെങ്കിലും ആളുകൾ ഇടപെടും. ഒരു ബെനിഫിറ്റും പ്രതീക്ഷിക്കാതെ തൻ്റെ കുടുംബത്തെ പോലെ നാടിനെ കണ്ടിട്ടുള്ള ഒരു മഹാമനുഷ്യ എന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം അതാണ്. തൻ്റെ മക്കളിലൂടെയും പേരമക്കളിലൂടെയും നാട്ടിലെ ഓരോ മക്കളിലും തൻ്റെ മക്കളെയും പേരമക്കളെയും കണ്ടതുകൊണ്ടാണ് മാഷക്ക് അത്തരത്തിൽ ഈ നാട്ടിലെ വിദ്യാലയത്തിന്റെ തുടക്ക പ്രവർത്തനങ്ങൾക്കൊക്കെ ആവാനും താവഴിയായിട്ട് ആ വിദ്യാലയത്തിൽ എപ്പോഴും എൻ്റെ ഒരു തിരി അണയാതെ കിടക്കണമെന്ന് അത് മക്കളുമായിട്ട് അവിടുത്തെ അധ്യാപകർ മാത്രമല്ല ഇവിടുന്ന് പോകുന്ന ഓരോ കുട്ടിയുടെയും അവന്റെ വളർച്ചയിൽ പോലും ഒരു ചെറിയ തിരി എൻ്റേത് വേണം അല്ലെങ്കിൽ ഞങ്ങളുടേത് വേണമെന്ന് പറയുന്ന ആ കുടുംബത്തിന്റെ വാഞ്ഛയെയും കൂടി അഭിമാനത്തോടു കൂടിയിട്ട് അംഗീകരിച്ചുകൊണ്ട് അതിനെ അഭിവാദ്യങ്ങൾ നൽകുന്നു നിർത്തുന്നു. താങ്ക് യു. വേദിയിലേക്ക് നിത വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ സ്കോളർഷിപ്പ് വിന്നറായി വന്ന കുട്ടി കൂടിയാണ്. മാത്തമാറ്റിക്സും മാറ്റും വലിയ വെല്ലുവിളിയാണ് നിതക്ക്. പക്ഷേ GKയിലും അതേപോലെ സോഷ്യൽ സ്റ്റഡീസിലും നല്ല മാർക്ക് സ്കോർ ചെയ്താണ് മെന്റൽ ഹെൽത്തൊക്കെ നേരത്തെ തുടങ്ങി നിൽക്കുന്ന കുട്ടികളെ പിന്തള്ളി നിത ഈ സ്കോളർഷിപ്പ് നേടിയിരിക്കുന്നത്. തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും.
പങ്കെടുക്കുന്നു. നിത സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ടാലന്റ് മെഗാ ഇവന്റ് പരിപാടിയിലാണ് ഇന്ന് നാം ഏവരും ഒത്തുചേർന്നിരിക്കുന്നത്. ടാലന്റ് ഹണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും 100 നാളുകളുണ്ടാവും പറയാൻ. പ്രസന്റിന്റെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ 9ാം ക്ലാസ്സുകാർക്ക് പ്രാധാന്യം നൽകി ഇങ്ങനെയൊരു പദ്ധതി ആദ്യമായിട്ടാണ്. അത് ഞങ്ങളുടെ ബാച്ചിന് തന്നെ ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. 9ാം ക്ലാസ്സുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് പഠിക്കുന്ന കുട്ടികളൊന്നും മേപ്പാറാണ് പതിവ്. കാരണം ഞങ്ങൾക്ക് നേരിടാൻ പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് പരീക്ഷകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അതിന് വിടാതെ ഞങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പഠനത്തിലേക്ക് കേന്ദ്രീകരിച്ച് ഒരു മടുപ്പ് വരാത്ത രീതിയിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സിലബസിന് പുറത്തുള്ള കാര്യങ്ങൾ പോലും ഞങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ പുറത്തു നിന്നുള്ള പല പ്രഗത്ഭ ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് IAS അക്കാദമി ഫാക്കൽറ്റി ആയിട്ടുള്ള നിംഷിത് സാറിന്റെ ക്ലാസ്സുകൾ പോലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ടീച്ചേഴ്സ് ഞങ്ങളുടെ ഒപ്പം തന്നെ നിന്ന് ഞങ്ങളുടെ ഉള്ളിലെ ടീച്ചേഴ്സ് സ്കില്ലിനെ പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ ലിറ്റിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. പിന്നെ ഒരുപാട് പരീക്ഷകൾ കണ്ടക്ട് ചെയ്തു. ഓരോ പരീക്ഷയ്ക്ക് ശേഷവും ഞങ്ങളുടെ ഉള്ളിലെ ആവേശം കെടാത്ത രീതിയിൽ പ്രോത്സാഹന സമ്മാനങ്ങളും തുകയും നൽകി ഞങ്ങളെ ആവേശിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ പ്രസന്റിന്റെ കാര്യം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഏത് സംശയത്തിനും ഏത് സമയത്തും ഉത്തരം നൽകാൻ ഞങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങളോടൊപ്പം അധ്യാപകരും കൂടെ നിന്നു. ഇതിന്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ച എല്ലാ അധ്യാപകരും, പ്രത്യേകിച്ച് റഷീദ് സാർ, പേരെടുത്ത് പറയുകയാണെങ്കിൽ മറ്റെല്ലാ അധ്യാപകർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞാൽ മതിയാവുകയില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്കോളർഷിപ്പ് തുക നൽകിയ CK മമ്മു മാസ്റ്ററുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ സ്നേഹാദരം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏതായാലും വേദിയിലിരിക്കുന്ന ആളുകളെ ഒറ്റ വാക്കിൽ അഭിസംബോധന ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണിത്. വ്യത്യസ്തമായി ചിന്തിക്കുക എന്നത് വ്യക്തികൾ എന്നതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ സിവിൽ സർവീസിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എക്സൽ ചെയ്യുന്നത് ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. അതിന് കാരണം അവരുടേതായ ഒരു ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട വിഷയമല്ല പലപ്പോഴും അവർ തിരഞ്ഞെടുക്കുന്നത്. ബിടെക് കഴിഞ്ഞ കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത് ഒരുപക്ഷെ മലയാളം സാഹിത്യമോ ഇംഗ്ലീഷ് സാഹിത്യമോ ജിയോഗ്രഫിയോ സൈക്കോളജിയോ ഒക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട പഠനം വ്യക്തമാക്കുന്ന ഒരു കാര്യം, അവരുടെ ഒരു കോമ്പിറ്റൻസി ലെവൽ അവർ +2 കഴിയുന്നതിന് മുമ്പേ തന്നെ മരിച്ച് പഠിച്ച് മത്സരിച്ച് മുന്നേറാനുള്ള ഒരു ലെവൽ അവർ നേടിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസപരമായോ ബുദ്ധിപരമായോ കഴിവുള്ള ആളുകൾ മത്സരത്തിന് വരുമ്പോഴും അങ്ങനെ മത്സരിച്ച് പഠിക്കുവാനും മുന്നേറുവാനുമുള്ള ആ ഒരു ശീലം അവരെ സിവിൽ സർവീസിനെ അർഹരാക്കി തീർക്കുന്നു എന്നതാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഈ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒന്നുമില്ലാത്ത ഒരു മത്സരികത എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ മാത്രമാണ് പൊതുവെ കുട്ടികൾ അഭിമുഖീകരിക്കുന്നത്. അത് മാറിയിട്ട് 9ാം ക്ലാസ്സിൽ തന്നെ സിവിൽ സർവീസ് പോലെ തന്നെ ഇവിടെ ഘട്ടം ഘട്ടമായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ആദ്യം ഒരു റൗണ്ട്, പിന്നീട് ഒരു എലിമിനേഷൻ റൗണ്ട്, പിന്നെ അങ്ങനെ നടക്കുന്ന ഒരു പരീക്ഷ. ആ ഒരു പരീക്ഷയിൽ കുട്ടികളുടെ ആ മാത്സരികത നന്നാക്കാനുള്ള ഏറ്റവും വലിയ ഒരു ശക്തി ഈ പരീക്ഷാ സംവിധാനത്തിലുണ്ട് എന്നുള്ളതാണ്. CK മമ്മു മാസ്റ്റർ എന്ന് പറയുന്നത് പല നിലക്കും ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായി തന്നെ എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ പ്രിയ പത്നിയുടെ അമ്മാവനാണ്, സുബേർക്കയുമായി പോലെ തന്നെ അവരുടെ കുടുംബത്തിലെ എല്ലാവരെയും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ നടത്തുന്ന ഒരു പരിപാടി എന്നുള്ള എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു മാതൃകയായി പല നിലക്കും ഈ ഒരു സംരംഭം മാതൃകയാണ്. വേറൊരു തലം എന്ന് പറയുന്നത്, ഇവിടെ വളരെ സാമ്പത്തികമായിട്ട് ഒരുപക്ഷെ വിദ്യാഭ്യാസ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബം കൂടിയാണ് CKയുടേത്. അതുകൂടാതെ സാമ്പത്തികമായി മറ്റ് പല നിലക്കും
ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന കുടുംബങ്ങൾ, തറവാട്ടുകാർ ഒക്കെ നമ്മുടെ വാണിമേൽ പ്രദേശത്തുണ്ട്. ഇതൊരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെ നമ്മുടെ ഭാവി തലമുറക്ക് മാത്സരികത ഉയർത്തുവാനും അവരെ ഭാവി വാണിമേലിന്റെ അഭിമാനമായി തീർക്കുവാനുമുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പലതും നമ്മുടെ അധ്യാപകരുടെ അടുത്തുണ്ടാകും, ഇവിടുത്തെ വിദ്യാസമ്പന്നരായ ആളുകളുടെ അടുത്തുണ്ടാകും. അതിനെ ഒരു സ്പാർക്കായി സ്വീകരിച്ച് ആളിക്കത്തിക്കുവാൻ, അതിനെ ഒരു പ്രോജ്വലമാക്കി തീർക്കുവാൻ അത്തരം കുടുംബങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ കഴിയും. ഇതിപ്പോൾ 25,000 രൂപയാണെന്ന് പറഞ്ഞു. ഒരു സംഖ്യ എന്ന് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഐഡിയ, ആ ഒരു ഇന്നോവേഷൻ എന്നുള്ളതിലേക്ക് അത് വളരെ വിലമതിപ്പുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഒരു സംഖ്യ എന്നുള്ളത് ഒരു ചെറിയ സംഖ്യയാണ്. ഇതിനേക്കാൾ വലിയ സംഖ്യ നൽകി വലിയ സംരംഭങ്ങൾ, സിവിൽ സർവീസ് ഒക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ മറ്റ് കുടുംബങ്ങൾക്കും മറ്റ് ഒരുപക്ഷെ സംഘടനകൾക്കും മറ്റ് ട്രസ്റ്റുകൾക്കുമൊക്കെ അതൊരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പരിചയമുള്ള സിവിൽ സർവൻസിന് IAS IFS ഒക്കെ ആയിട്ടുള്ള ആളുകളെ ഈ കുട്ടികളുമായിട്ട് ഒരു ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനും ശ്രമിക്കും എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ജനറൽ നോളേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വേണ്ടത് നിങ്ങളുടെ സ്കൂൾ തുടങ്ങിയ വർഷം 1976 എന്നുള്ളതാണ്. അന്ന് എന്നോട് പറയുന്നത് 1976 സ്കൂൾ തുടങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ആളുകളൊക്കെ വേറെ ഏതോ സ്കൂളിലേക്ക് പോയിരുന്നു. വളയം വഴി 5 കിലോമീറ്റർ നടന്നിട്ട്, കല്ലാച്ചി വഴി 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് മാത്രം വാണിമേൽ പരിസരത്തെ മനുഷ്യർക്ക്, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാലം ഇന്നത്തെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഇൻസ്റ്റഗ്രാം ജനറേഷനിലെ ഡിജിറ്റൽ ഇമ്മിഗ്രൻസ്, ഈ പുതിയ തലമുറ എന്ന് പറയുന്നത് ഡിജിറ്റൽ നെറ്റീവ്സും ഡിജിറ്റൽ ഇമിഗ്രൻസുമാണ്. 2000-ന് ശേഷം ജനന സർട്ടിഫിക്കറ്റുള്ള വളർന്ന കുട്ടികൾ ഡിജിറ്റൽ ടെക്നോളജിയുടെ തൊട്ടിലേക്ക് വളർന്നവരാണ്. ഡിജിറ്റൽ നെറ്റീവ്സ് ആണ്. ഞങ്ങളൊക്കെ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ് എന്ന് പറഞ്ഞാൽ 2000-ന് മുന്നേ ജനിച്ചവർ ഡിജിറ്റൽ കാലത്തിലേക്ക് കുടിയേറിയവരാണ്. അപ്പോൾ ഈ നെറ്റീസൻസ് അറിയേണ്ട ഒരു കാര്യം, ഈ സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന, നിങ്ങൾ ഒരു ടേക്ക് അവേ പോലെ ഇവിടെ എടുക്കേണ്ടുന്ന ഒരു കാര്യം, 1976 ഇവിടെ നിന്ന് 5 കിലോമീറ്റർ നടന്നു മാത്രം വിദ്യാഭ്യാസം സാധ്യമായ ഒരു കാലത്ത് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെക്കുള്ള മനുഷ്യർ, മഹാമനുഷ്യർ ജീവിച്ച ഒരു കാലത്ത് സ്കൂൾ പത്രത്തിൽ എവിടെയോ ഒരു പരസ്യം, പുതിയ സ്കൂൾ കൊടുക്കുന്നു എന്ന പരസ്യം കണ്ടപ്പോൾ ഈ പ്രദേശത്തെ കുറെ മനുഷ്യർ ആ പരസ്യത്തെ, ആ വാർത്തയെ പിന്തുടർന്ന് നമ്മുടെ നാട്ടിൽ ഒരു കലാലയം സാധ്യമാക്കാം എന്ന ആലോചനയിൽ നിന്നാണ് വാണിമേലിലെ ക്രസന്റ് ഹൈസ്കൂൾ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ ഭൂപടത്തെ മാറ്റിവരിച്ച ഈ കലാലയം സ്ഥാപിതമായത് എന്നെൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഓർക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇന്ന് തിരിച്ചു പോകുമ്പോൾ 1976 നിങ്ങളൊന്ന് തിരിച്ചു പോകണം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, അങ്ങനെ പല കാലങ്ങൾ ഓർക്കാറുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർക്കാറുണ്ട്, വാലന്റൈൻസ് ഡേയുടെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഏത്, നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം മനസ്സിലാക്കിയില്ലെങ്കിലും 1976 മറക്കരുത് എന്ന ഒരു സന്ദേശം ഞാൻ ഈ സ്ഥാപനത്തിൽ, ഞാനിവിടെ വരുമ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് ഞാനിവിടെ എത്ര മനോഹരമായ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈറലാകാൻ എന്താണ് വഴി എന്ന് അന്വേഷിക്കുന്നവരെ, അങ്ങനെ അന്വേഷിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമുണ്ട്, ഇന്നാ ഹദൈനാകും സബീല ഇമ്മാ ഷാക്കിറൻ ഔ ഇമ്മാ കഫൂറ. You are given two options, you can be negative or positive.
നിങ്ങൾക്ക് 2 മാർഗം തന്നിരിക്കുന്നു. നിങ്ങൾക്ക് കുരുത്തം കെട്ടവനാകാം, നന്ദി കെട്ടവനാകാം, ഒരു ഓപ്ഷനാണ്. വേറൊരു ഓപ്ഷൻ നന്ദിയുള്ളവനാകാം. നിങ്ങൾക്ക് അഫാനാകാം. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കഴുത്തിൽ മുണ്ട് വലിച്ച് ഉമ്മയുടെ കണ്ണുകൾ തള്ളിയപ്പോ ഉമ്മ എന്നോട് മാപ്പാക്കണേ എന്ന് പറഞ്ഞ അഫാൻ. സഹപാഠിയെ റാഗിങ് ചെയ്ത് കൊന്നുകളഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൂടെ അവൻ മരിച്ചു കിടക്കുമ്പോൾ അവനെ നിനക്ക് എന്തു പറ്റിയെന്ന് അന്വേഷിക്കുന്ന പുതിയ ജനറേഷൻ. സ്കൂളിൽ ഷൈൻ ചെയ്യാനും ഹീറോയിസം കാണിക്കാനും സ്കൂളിലെ അധ്യാപകർക്കെതിരെ കലാപം ചെയ്യലും മാതാപിതാക്കൾക്കെതിരെ വിപ്ലവം ചെയ്യലുമാണ് എന്ന് അന്വേഷിക്കുന്ന ഒരു മാർഗം. അതൊരു വഴിയാണ്, വൈറലാകാനുള്ള വഴിയാണ്. 3.5 കോടി മലയാളിക്ക് അഫാനെ അറിയാം. നിങ്ങളുടെ ഈ പ്രദേശത്തെ റാഗിംഗ് കേസിലെ കുട്ടികൾ അറിയാം. പക്ഷേ CK മമ്മു മാസ്റ്റർ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഈ സ്കോളർഷിപ്പ് ക്രസന്റ് ഹൈസ്കൂളിലെ കുട്ടികളെ, നിങ്ങളുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വൈറലാകാൻ എന്താണ് വഴി എന്ന് പോസിറ്റീവായിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ വൈറലാകാനുള്ള ഒരു മാർഗത്തിന്റെ വാതിൽ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നു. CK മമ്മു മാസ്റ്റർ സ്കോളർഷിപ്പ് എന്ന മാർഗമാണ് വൈറലാകാനുള്ള വഴി. ആ വഴിയെ നിങ്ങൾ വരണം. നിങ്ങൾ നല്ലോണം കേൾക്കണം. MRI സ്കാൻ കേട്ടിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ ബുദ്ധിയുടെ ബ്രെയിൻ പാറ്റേണിന്റെ ഫോട്ടോഗ്രാഫിയാണ്. ഇദ്ദേഹം ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണ്. നമ്മുടെ കണ്ണും മുഖവും ശരീരവും ഈ കുപ്പായത്തിന്റെ ഉള്ളിലെ വലിയത് പോലും ഈ ഫോട്ടോ ക്യാമറയിൽ കാണില്ല. MRI സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ MRI സ്കാനിന്റെ മുന്നിലൂടെ നിങ്ങൾ നടന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ ഞാൻ ഇത്ര സ്പീഡിൽ പ്രസംഗിക്കില്ല. പിന്നെ ഇവിടെ പ്രസംഗം 2.5 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയുള്ള ഭീഷണിയിലൂടെ ക്ഷണിക്കുന്നതുകൊണ്ടാണ് ഞാനൊന്ന് വണ്ടി സ്പീഡിൽ പോകുന്നത്. അപ്പോൾ MRI സ്കാൻ എന്ന് പറയുന്ന ബോർഡിന്റെ മുന്നിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ എന്താണ് MRI സ്കാൻ? ഒരു മനുഷ്യന്റെ ബ്രെയിൻ പാറ്റേണിനെ ഫോട്ടോ എടുക്കുന്ന ടെക്നോളജിയാണ്. ഞാനത് മെഡിക്കലി അല്ല പറയുന്നത്, സാമാന്യമായി നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. അങ്ങനെ 3 ആളുടെ MRI സ്കാൻ എടുത്തു. ഒരാള് യാതൊരു ദുശീലവുമില്ല, ഏറ്റവും നല്ല വെടുപ്പുള്ള ജീവിതം, മൊബൈൽ ഫോൺ ആവശ്യത്തിന് ഉപയോഗിക്കും, ഫോൺ വെച്ച് ആവശ്യത്തിന് മാത്രം, വേറെ കള്ളില്ല, കഞ്ചാവില്ല, മയക്കുമരുന്നില്ല, സിഗരറ്റില്ല, ഒരു പാൻപരാഗില്ല, ഒരു റോജാ പോക്ക് പോലും ചവക്കുന്നില്ല. അങ്ങനത്തെ വെടുപ്പോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ MRI സ്കാൻ എടുത്ത് അയാളുടെ ബ്രെയിൻ പാറ്റേൺ എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചു. വേറൊരാൾ അയാൾ കഞ്ചാവ് അടിക്കുന്നവനാണ്, MDMA അടിക്കുന്നവനാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യന് എന്തൊക്കെ ദുശീലങ്ങളുടെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ പോകുന്ന ആളാണ്. അയാളുടെ MRI സ്കാൻ എടുത്തു. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ വെള്ളം മുതൽ പാനീയം മുതൽ നിങ്ങളുടെ സകലമായ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളും നമ്മുടെ ബ്രെയിൻ പാറ്റേണിനെ ബാധിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ബ്രെയിൻ പാറ്റേണിന്റെ ചിത്രമെടുത്തപ്പോ സാധാരണയുള്ള ഒരു മനുഷ്യന്റെ ബ്രെയിൻ പാറ്റേണിനേക്കാൾ പൊട്ടിത്തകർന്ന അദ്ദേഹത്തിന്റെ തലച്ചോറിനെ വിള്ളൽ വീണ ഭീകരമായ ഒരു ചിത്രമാണ് കിട്ടിയത്. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. നിങ്ങൾ ഞെട്ടില്ല, അതങ്ങനെ പറയണം. സാധാരണ കഞ്ചാവ് അടിക്കാത്ത MDMA അടിക്കാത്ത ഒരു മനുഷ്യന്റെ ബ്രെയിൻ പാറ്റേണും അതല്ലാത്തൊരു മനുഷ്യന്റെ ബ്രെയിൻ പാറ്റേണും തമ്മിൽ വ്യത്യാസമുണ്ടാകും എന്നുള്ളത് കോമൺ സെൻസ് ആണ്. ഇനി നിങ്ങൾ അറിയേണ്ടത് വെദർ യു ബിലീവ് ഓർ നോട്ട്. നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞു മക്കളോട് ഞാൻ പറയണം, അങ്ങനെ ബ്രെയിൻ പാറ്റേണ് MRI ചെയ്തപ്പോൾ 3-ാമതൊരാളുടെ MRI ചെയ്തു. അതെന്താണ് അറിയാം നിങ്ങൾ? സൈബർ അഡിക്റ്റഡ് മനുഷ്യന്റെ MRI പാറ്റേൺ ആണ്. എന്ന് പറഞ്ഞാൽ ആരാണ് അയാളെ? കണ്ടുപിടിക്കൂല, കഞ്ചാവ് അടിക്കൂല, MDMA ഒരു പരിപാടിയില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലാണ് കിടന്നുറങ്ങുക, വാട്സാപ്പിലാണ് എണീക്കുക, ഫേസ്ബുക്കിലാണ് മൂപ്പര് ജീവിക്കുക. ഉമ്മ കാക്ക എവിടെ ചോദിച്ചു. കാക്ക മിഞ്ഞാന്ന് പോയതാണെന്ന് കാക്ക വരേന്ന് മിഞ്ഞാന്ന് പോയത് ഓരോ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഫിസിക്കലി വീട്ടിൽ ഉണ്ടാകുമ്പോൾ തന്നെ മെന്റലി വീട്ടിലില്ലാത്ത മനുഷ്യർ സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റഡ് ആയ ഒരാളുടെ MRI, ആ ആളുടെ MRI ചിത്രമെടുത്തു ഭിത്തിയിൽ ഒട്ടിച്ചു. അപ്പോൾ കിട്ടിയ റിസൾട്ട് സെയിം ബ്രെയിൻ പാറ്റേൺ ആണ്. ആരുടേതിന് സമാനമായ കഞ്ചാവും MDMA-യും അടിക്കുന്ന മനുഷ്യന്റെ ബ്രെയിൻ പാറ്റേണിനോട് സാദൃശ്യം തോന്നുന്ന ബ്രെയിൻ പാറ്റേൺ സൈബർ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ബ്രെയിൻ പാറ്റേൺ ഉണ്ട് എന്ന് പറയുമ്പോൾ CK മമ്മു മാസ്റ്റർ സ്കോളർഷിപ്പ് നിങ്ങളെ വിളിക്കുന്നത് GK പഠിച്ച് നിങ്ങൾ മെന്റൽ ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചിട്ട് ഒരു പരീക്ഷയിൽ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ടുപോയി വെക്കാനല്ല, പിന്നെയോ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് ഫോമോ എന്ന അസുഖത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്നാണ്. ഫോമോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. എന്നെ ഒന്നിനും കൊള്ളാത്തവനാണ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ ആശാനായിരിക്കും. ഫോമോ എന്ന് പറയുന്ന അസുഖം വരുന്നതിന്റെ വൈറസ് കോവിഡ് അല്ല, മറ്റെന്തെങ്കിലും പകർച്ചവ്യാധിയല്ല, തുടർച്ചയായ സൈബർ ഇടത്തിലെ ഇടപെടൽ ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ
മാനസികമായ നിലയെ അപകടപ്പെടുത്തി അയാൾ ഹോമോ രോഗത്തിന് അഡിക്റ്റഡ് ആകുമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയണം. ഡിവൈസ് അഡിക്റ്റഡ് ആയ ഒരു ജീവിതം, ഡിവൈസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജീവിതം, അപ്പോൾ സംഭവിക്കുന്നത് സോഷ്യലി ഡിസ്കണക്റ്റഡ് ലൈഫാണ്. സമൂഹത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതം. ഞാൻ മൈക്രോ ഓഫായതുകൊണ്ട് ഞാൻ പറയാം, ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പരിപാടി ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു ഹാളിൽ ഇനി നടത്തരുതെന്ന് സോറി. മൈക്രോ ഓഫായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ അത് ശരിയാവില്ല. പിന്നെ ഞാൻ ഈ പോകുമ്പോൾ എനിക്ക് ആ ബാക്കിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഷേക്കാക്കി തന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഞാൻ ആ ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടുന്ന് പരിപാടി വീക്ഷിച്ചു. ഞാൻ അവിടെ വരുമ്പോൾ ബാക്കിൽക്കൊന്നും എനിക്ക് തോന്നുന്നു ലിസണിങ് ഇല്ല. അവർ ഈ പരിപാടി കേൾക്കുന്നതുകൊണ്ടല്ല, മമ്മു മാസ്റ്റർ സ്കോളർഷിപ്പിന്റെ ഒരു പരിപാടിയോട് സഹകരിക്കുക എന്ന വിശാലമായ ലക്ഷ്യത്തിലാണ് ബാക്കിൽ ഇരിക്കുന്നവരൊക്കെ ഇരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ ഒരു ഓഡിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. കൈയടിക്കണമെന്ന് നിങ്ങളത് സമ്മതിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എനിവേ ഞാൻ പറയുന്നത് അങ്ങനെ എന്താണ് ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം? മക്കളെ, ലഹരി എന്ന വാക്ക് ഒരു മോശം പദമല്ല. ലഹരി ഒരു പോസിറ്റീവ് വാക്കാണ്. അഡിക്ഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എൻസ്ലേവിംഗ് എന്നാണ്. അതിന് ലഹരി എന്ന അർത്ഥമില്ല. എൻസ്ലേവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിന്റെ അടിമയാക്കുക എന്നതാണ്. പക്ഷെ നമ്മൾ മലയാളത്തിൽ സ്വാഭാവികമായിട്ടും അതിനെ ലഹരി എന്ന് ഉപയോഗിച്ചു. ലഹരി ഒരു പോസിറ്റീവ് വാക്കാണ്. എന്തിന്റെ ലഹരി? വായനയുടെ ലഹരി, അറിവിന്റെ ലഹരി, പഠനത്തിന്റെ ലഹരി, ജീവിതം തന്നെ ലഹരിയാക്കുക. ഇവിടെ പാട്ട് നടന്നു, പ്രസംഗം നടന്നു. ഒരു സുപ്രഭാതത്തിൽ അവർ പാട്ടുകാരായതല്ല, ഒരു സുപ്രഭാതത്തിൽ പ്രസംഗകരായല്ല. ആ പ്രസംഗിച്ച കുട്ടിയുടെ ശരീരഭാഷയെ ഞാൻ ശ്രദ്ധിച്ചു. എത്ര മെച്ചോർഡായിട്ടാണ് ഈ സ്കൂളിൽ. ഞാൻ പറയണം, നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ കുട്ടികളുടെയൊക്കെ പ്രസംഗം അല്ലെ. രാഹുൽ, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? 1976 നമ്മൾ മലബാറിൽ സ്കൂൾ തുടങ്ങിയിട്ട് എവിടെ നമ്മൾ നിൽക്കുന്നത്? രാഹുൽ ഗാന്ധി ആദ്യമായി സ്ഥാനാർത്ഥിയാകാൻ വന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ UGC പ്രൊഫസർ വേദിയിലിരിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു വൈബ്രന്റ് ലീഡറാണ്. അദ്ദേഹം പറഞ്ഞു, മാഷേ, നിങ്ങൾ മാഷാണ്, അതുകൊണ്ട് അവിടെ ഇരിക്കി, ഞാൻ ആവശ്യമുണ്ടാകുമ്പോൾ വിളിക്കാം. എന്നിട്ട് സദസ്സിലെ കുട്ടികളോട് ചോദിച്ചു, മക്കളെ, ഞാൻ എന്റെ പ്രസംഗം നടത്താൻ പോവുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരു പരിഭാഷകൻ വേദിയിൽ വരുമോ? ഞൊടിയിടയിൽ +1 പഠിച്ച മക്കളെ ഇട്ട ഒരു പെൺകുട്ടി സദസ്സിൽ നിന്ന് ചാടി വീണ് നെഹ്റുവിന്റെ പേരക്കുട്ടിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ നെഞ്ചൊടിപ്പില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേടിയ സാമൂഹിക പുരോഗതിയുടെ ഏറ്റവും വലിയ ഇൻഡിക്കേറ്ററാണ്. ഈ സ്കോളർഷിപ്പ് നിങ്ങൾ പിടിക്കുന്നത് അതിലേക്കാണ്. ഈ സ്കോളർഷിപ്പ് നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് അതിലേക്കാണ്. ഇവിടെ ഡൽഹിയിൽ നിന്ന്, മുംബൈയിൽ നിന്ന്, കേരളത്തിന്റെ പുറത്തു നിന്നൊരു വിദ്യാഭ്യാസ വിചക്ഷണൻ വന്നാൽ ഒരു പരിഭാഷകനെ വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യം വരാൻ പാടില്ല. അതുകൊണ്ട് ഈ സ്കൂളിന്റെ സന്തതികൾ പ്രഭാഷകരാകണം, പരിഭാഷകരാകണം, ഗായകരാകണം, എല്ലാം ചെയ്യണം എന്ന സന്ദേശമാണ്. എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ ലഹരിയാക്കുക, ജീവിതം തന്നെ ലഹരിയാക്കുക എന്ന സന്ദേശമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഈ സ്കോളർഷിപ്പിലൂടെ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് തരുന്നത് എന്ന് സ്നേഹത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തെറിവിളികളുടെ ചന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ നിയന്ത്രിക്കുന്ന ഈ ഫേക്ക് ന്യൂസുകളെ ആഘോഷിക്കുന്ന, വയലൻസ് സിനിമകളെ ആഘോഷിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആനന്ദം പകരുന്ന സിനിമാ നടന്മാർക്ക് സിനിമാ അഭിനയത്തിലൂടെ ആനന്ദം കിട്ടാത്തത് കൊണ്ട് അവർ കൃത്രിമമായ ലഹരി ഉപയോഗിക്കുകയും രാത്രി 3 മണിക്ക് പോലീസ് വാതിലിൽ മുട്ടുമ്പോൾ 3ാം നിലയിൽ നിന്ന് ചാടി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ഇറങ്ങുകയും അങ്ങനെ ഓടിപ്പോവുകയും ചെയ്യുന്ന ചിത്രങ്ങൾ കാണുമ്പോ മക്കളെ പറഞ്ഞേക്കണം, ഇതൊന്നും ഞങ്ങളുടെ മാതൃകയല്ല. എന്റെ ഉമ്മയുടെ, ഉപ്പയുടെ, അച്ഛന്റെ, അമ്മയുടെ കണ്ണ് നിറയുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നതാണ് മക്കളെ നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമെന്ന് എന്റെ പ്രിയപ്പെട്ട ക്രസന്റ് ഹൈസ്കൂളിലെ കുട്ടികളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ അർത്ഥത്തിൽ പഠിച്ചു മിടുക്കരാകാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് നിങ്ങളുടെ മുമ്പിൽ ക്രസന്റ് ഹൈസ്കൂളിൽ CK മമ്മു മാസ്റ്ററിന്റെ പേരിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മക്കളായി ഏറ്റവും നല്ല വഴിയിൽ ഈ സ്ഥാപനത്തിന്റെ നിങ്ങൾക്ക് തരുന്നത് ഒരു സോഷ്യൽ പാരന്റിംഗ് ആണ്. എന്താ സോഷ്യൽ പാരന്റിംഗ്? പാരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയും ബാപ്പയല്ല, അങ്ങനെ ആകാം. പക്ഷേ നമ്മളുടെ മലബാറിന്റെ ഒരു കാലം എന്ന് പറയും, നമ്മൾ പ്രളയം ഉണ്ടായപ്പോ, നമ്മൾ കോവിഡ് ഉണ്ടായപ്പോ മലയാളി പഠിച്ച ഒരു പാഠമുണ്ട്. ആ കേരളത്തിൽ 2 കൂട്ടരുണ്ട്. ഒന്ന്, മണ്ണിനെയും ആകാശത്തെയും പുല്ലിനെയും പുഴുവിനെയും മതത്തിന്റെ ജാതിയുടെ അടിസ്ഥാനത്തിൽ കാണുന്ന ആളുകൾ മനോരോഗികളാണ്. അവർ മനോരോഗികളാണ്. ഒന്നാമത്തെ കുട്ടിയല്ല ഹൃദയ ലിയ അല്ലേ? ഇവിടെ വാങ്ങിയ കുട്ടികളുണ്ട്. ഞാൻ അവരുടെ പേരൊക്കെ ശ്രദ്ധിച്ചു.
നിങ്ങൾ വ്യത്യസ്ത സമൂഹത്തിലെ വ്യത്യസ്ത സമുദായങ്ങളിലെ മക്കളൊക്കെ അധ്യാപകർ വിദ്യാർത്ഥികളൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സാണ്. മതം, ജാതി, നമ്മുടെ രാഷ്ട്രീയം, ഇതൊക്കെ നമ്മൾ പിന്നെ വന്നതാണ്. നമ്മൾ മനുഷ്യരായി നിലകൊള്ളുക എന്നുള്ളതാണ്. പ്രളയം നമ്മളെ പഠിപ്പിച്ച പാഠമതാണ്. കോവിഡ് നമ്മളെ പഠിപ്പിച്ച പാഠമതാണ്. അപ്പോൾ മനുഷ്യനായി നിലകൊള്ളുക. ഈ സ്കോളർഷിപ്പ് പദ്ധതി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഒരു സോഷ്യൽ പാരന്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ CK മമ്മു മാസ്റ്റർ സ്കോളർഷിപ്പ് ക്രസന്റ് ഹൈസ്കൂളിൽ കൊടുക്കുമ്പോൾ ഈ ക്രസന്റ് ഹൈസ്കൂൾ നിങ്ങൾക്ക് തരുന്ന സന്ദേശം, നിങ്ങൾ ജീവിതത്തിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് ചിറകടിച്ച് ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാപ്പയുടെ, നിങ്ങളുടെ ഉമ്മയുടെ കൂടെ, നിങ്ങളുടെ വീട്ടുകാരുടെ കൂടെ, നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ അവർ മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉണ്ടാകുക. ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും അധ്യാപകരുടെയും പ്രാർത്ഥനയും നിറഞ്ഞ പിന്തുണയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ നേട്ടത്തിന്റെ സന്തോഷം നിങ്ങളുടെ മാത്രം സന്തോഷമല്ല, അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സന്തോഷമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് വരുന്നത്. അതുകൊണ്ട് സോഷ്യലി കമ്മിറ്റഡായി ജീവിക്കുക. ഞാൻ ഇവിടുത്തെ സ്കൂൾ അധികൃതരോടൊക്കെ പറയാം, ഇവിടുന്ന് നല്ല പഠിച്ച് മിടുക്കരാകുന്ന കുട്ടികൾ, മലയാളിക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരാൾ ഡോക്ടറാകാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഡോക്ടർ. ഞങ്ങളുടെ നാട്ടില് വീഡിയോ ഞങ്ങളുടെ നാട്ടില് ബിരാണ്ടന്മാരെയും ഫുൾ A+ ഒരു സ്ഥലത്തൊക്കെ പോവാം. ബിരാണ്ടന്മാർ പാലമരെന്ന് പറയും, ഫുൾ A+ പാലായിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം. ഞാനും സുബൈർക്കൊക്കെ ഡൽഹിയിലാണ്. ഫുൾ A+. ഡൽഹിയിലെ സ്കൂളുകളിൽ ആദ്യം ഫില്ലാവുന്ന കോഴ്സ് ഏതാണെന്നറിയാം നിങ്ങൾക്ക്? ഹ്യൂമാനിറ്റീസ് ആണ്. ഫസ്റ്റ് ഫില്ലാവുന്ന കോഴ്സ്, ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സ്. കപിൽ സിബലിന്റെ പ്രൊഫൈൽ തന്നെ നിങ്ങൾ പഠിക്കും. അദ്ദേഹം MBBS എൻട്രൻസ് കിട്ടിയ ആളാണ്. എയിംസിൽ MBBS വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം സിവിൽ സർവീസ് കിട്ടിയാലാണ്. IAS വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ജുഡീഷ്യൽ സർവീസ് കിട്ടിയാലാണ്. CJI, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പദവികൾ മുന്നിൽ വന്നാലാണ്. എന്നിട്ട് അദ്ദേഹം LLB പഠിക്കാൻ പോയി. അദ്ദേഹം ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ പോയി. നമ്മുടെ നാട്ടിലോ ഫുൾ A+ കിട്ടിയ ഫുൾ സയൻസ്, അതിന്റെ തൊട്ടു താഴെ കൊമേഴ്സ്, അതിന്റെ തൊട്ടു താഴെ ആർക്കും വേണ്ടാത്ത ഹ്യൂമാനിറ്റീസ് എന്ന മട്ടിൽ ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് മക്കളെ? ഞാൻ പറയട്ടെ, 3.5 കോടി മലയാളിയെ ഒരു വരിയിൽ നിർത്തിക്കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ പ്രതിഭ കൊണ്ട്, പ്രാഗൽഭ്യം കൊണ്ട് ഇപ്പോൾ നിർത്താൻ പറ്റുന്ന ഒരാൾ, നിങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാകാം, ഡോക്ടർ ശശി തരൂറാണ്. അദ്ദേഹം UN അണ്ടർ സെക്രട്ടറി ആയിരുന്നു. സെക്രട്ടറി ജനറലിലേക്ക് വന്നപ്പോൾ അമേരിക്ക വിയോജിച്ചത് കൊണ്ട് പോയതാണ്. അദ്ദേഹത്തിന്റെ കോഴ്സ് BA പൊളിറ്റിക്കൽ സയൻസ് ആണ്. BA പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ ദൂരത്തുനിന്ന് പറയേണ്ടി വരും. കാരണം കേട്ട രക്ഷിതാവ് കുട്ടി തല്ലോ. ആർക്കും വേണ്ടാത്ത കോഴ്സാണ്. നമ്മൾ അങ്ങനെ എന്തൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പം. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പ്രസംഗത്തിൽ ഒരു പരാമർശം പ്രിയപ്പെട്ട ജാഫർ സാഹിബ് എന്നോട് പറഞ്ഞു ഇവിടെ ഓർമ്മിപ്പിക്കണം. അതുകൊണ്ട് എന്നോട് മാഷന്മാരൊക്കെ ക്ഷമിക്കണം, ടീച്ചർമാരും ക്ഷമിക്കണം. ഞാനിവിടെ വന്നപ്പോൾ പുറത്ത് ഞാനിങ്ങനെ ഒച്ചക്ക് നിൽക്കുമ്പോൾ എന്നോട് അധ്യാപകരൊക്കെ വന്ന്, അധ്യാപികമാരൊക്കെ വന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ ഫൈസൽ ബാബു സ്നേഹത്തിനോട് സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ഒരു റിയാലിറ്റി പറയാം. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിലെ സിലബസ് 19-ാം നൂറ്റാണ്ടിലെ മെത്തഡോളജി വെച്ചിട്ട് 20-ാം നൂറ്റാണ്ടിലെ മാഷന്മാരും ടീച്ചർമാരും 21-ാം നൂറ്റാണ്ടിലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പം എന്ന് പറയുന്നത്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ PT ഉഷയെ പാടാൻ പറഞ്ഞയക്കുകയും യേശുദാസിനെ ഓടാൻ പറഞ്ഞയക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ ക്രമത്തെ അടിച്ചു പൊളിക്കും മക്കളെ എന്നാണ് എനിക്ക് നിങ്ങളുടെ മറുപടി പറയാനുള്ളത്. അടിച്ചു പൊളിക്ക് നിങ്ങൾ. അങ്ങനെ അടിച്ചു പൊളിക്കാൻ ഞാൻ പേര് പറയില്ല. എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ പറയാം. കോളേജ് ലെക്ചർഷിപ്പ്, UGC എത്ര തപസ്സിരിക്കണം? നിങ്ങൾ എന്നെ വിളിക്കണം. ഞാൻ ഇന്ന് ചെന്നിട്ട് രാത്രിയിൽ നിങ്ങൾ എന്നെ വിളിക്കണം. ഞാൻ അവരുടെ ഈ കരിയറൊക്കെ രൂപപ്പെടുത്തുന്ന സമയത്ത് റോങ് പാരന്റിങ് ഈഗോ പാടില്ല രക്ഷിതാക്കളെ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയാം, റോങ് ഈഗോ പാടില്ല. പെൺകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, വിശേഷിച്ചും കല്യാണ മാർക്കറ്റിൽ പുയ്യാപ്പിളയുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എന്റെ മോളുടെ മുഞ്ചിന്റെ കൂടെ അവരുടെ കൂട്ടപ്പറയാൻ പറ്റുന്ന ഒരു പ്രൊഫൈല് കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന മട്ടിൽ മക്കളെ പഠിപ്പിക്കല്ലേ എന്നെന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് വിനീതമായ അഭ്യർത്ഥനയുണ്ട്. അവർ അവരുടെ ലോകത്തേക്ക് പറന്നു പോകട്ടെ. കോളേജ് ലെക്ചറായ എന്റെ സുഹൃത്ത് കോളേജ് ലെക്ചർഷിപ്പ് രാജിവെക്കുകയാണ്. എന്നിട്ട് അവർ ഇറങ്ങിയത് എന്തിനാണെന്നറിയോ? ഇതാ ഇദ്ദേഹത്തിന്റെ ജോലി, ഫോട്ടോഗ്രാഫറാണ്. കോളേജ് ലെക്ചർഷിപ്പ് രാജിവെച്ചിട്ട് ഫോട്ടോഗ്രാഫിക്ക് ഇറങ്ങി. ഞാൻ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഷൂട്ടിന് വേണ്ടിയിട്ട് അവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഫോൺ അവർ എടുക്കുന്നേ ഇല്ല. സെക്രട്ടറിയാണ് ഫോൺ എടുക്കുന്നത്. ഒരു ദിവസത്തെ ഫോട്ടോഷൂട്ടിന് എന്നോട് പറഞ്ഞത് 1.25 ലക്ഷമാണ്. അപ്പോൾ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇനി 3 മാസം കഴിഞ്ഞിട്ടേ എന്തുള്ളൂ, 3 മാസം കഴിഞ്ഞിട്ടേ അവർക്ക് അവൈലബിലിറ്റി ഉള്ളൂ. എന്ന് പറഞ്ഞാൽ UGC ശമ്പളത്തിന്റെ 1.25 ലക്ഷം ഒരു ദിവസം കിട്ടുന്ന ഇൻകം ഓപ്ഷൻസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഈ ബേജാറ്?
എന്തിനാണ് ഈ ആൻസൈറ്റി? എന്തിനാണ് നിങ്ങൾ ഈ കോച്ചിങ് സെന്ററിലൊക്കെ മണ്ടി തല കുത്തി നിന്നിട്ട് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യം? എൻ്റെ മോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ മോളിനോട് ഇങ്ങനെ പറഞ്ഞു, മോളെ എങ്ങനെയുണ്ട് സ്കൂൾ? ഞാൻ ഇവിടെ ഡി സ്കൂളിങ്ങിനെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു 5ാം ക്ലാസ്സിൽ ചേർന്ന 10ാം ക്ലാസ്സിൽ ഒരേ വണ്ടിയിൽ പോകണമെന്നൊന്നുമില്ല. 5ാം ക്ലാസ്സിൽ ഇതിൽ ഒന്ന് നിന്ന് നോക്കാം, ഒന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നോക്കാം. ഇതിന്റെ അഭിപ്രായമാണ്, നിങ്ങൾ ആരും പ്രാക്ടീസ് ചെയ്യണ്ട. ഞാൻ അവളോട് ചോദിച്ചു, അപ്പോൾ അവള് പറഞ്ഞു സ്കൂളിൽ കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു 6ാം ക്ലാസ്സിൽ പോകണം. 6ാം ക്ലാസ്സിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം എൻ്റെ കൂടെ ഡൽഹിയിലേക്കൊക്കെ യാത്ര ചെയ്യാം, മുംബൈയിലേക്ക് യാത്ര ചെയ്യാം, ചെന്നൈയിലേക്ക് യാത്ര ചെയ്യാം, ഹിന്ദിയും ഫ്രഞ്ചും പഠിക്കുക, കോഡിങ് പഠിക്കുക, സജസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. ഞാൻ ഈ സദസ്സിലെ കുട്ടികളോട് ചോദിക്കട്ടെ, ആത്മാർത്ഥമായി നിങ്ങൾ കൈപ്പൊക്കണം. നിങ്ങളുടെ 8ാം ക്ലാസ്സിന്റെ 9ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക്, ഹിസ്റ്ററി അല്ലാത്ത ഏതെങ്കിലും നോവലോ ഏതെങ്കിലും കഥപുസ്തകമോ വായിച്ച മക്കളുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിക്കേ. വാ, ഒന്ന് കൈയടിച്ചു. ഒരാൾ എണീറ്റിട്ട് നിങ്ങൾ ആ വായിച്ച പുസ്തകത്തിന്റെയും ഓതറുടെയും പേര് പറഞ്ഞേ. ഒരാൾ എണീച്ചിട്ട് പറയും. ഞാൻ പറഞ്ഞോ, ഏറ്റവും അവസാനമായി വായിച്ച പുസ്തകത്തിന്റെ പേര്. നിങ്ങളിൽ എത്ര പേര് ടെഡ് സ്പീച്ച് കാണാറുണ്ട്? TED കേട്ടിട്ടുണ്ടോ? TED. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നശിച്ച് പണ്ടാരമടങ്ങാനുള്ള സാധനമാണിത്, വളർന്ന് പടരാനുള്ള സാധനമാണിത്. ഞാൻ ഈ കുട്ടികളോടൊക്കെ പറയാണ്, എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെക്കണം. മൂക്ക് മനസ്സിൽ ഓർക്കാൻ പറ്റുമെങ്കിൽ മനസ്സിൽ ഓർത്ത് വെക്കണം. MOOC, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഭാസമുണ്ട്. നിങ്ങൾക്ക് എഡെക്സ് ഉണ്ട്, കോഴ്സർ ഉണ്ട്, പല സംവിധാനങ്ങളുണ്ട്. അതുവഴി നിങ്ങൾ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും സ്കോളർഷിപ്പ് പരിശീലനമൊക്കെ നടത്തുമ്പോൾ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെയും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെയും കോഴ്സുകൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്റർനെറ്റിൽ നിങ്ങളുടെ ഫോണിൽ സൗജന്യമായിട്ട് ചെയ്യാം. 2002 കണക്കുകൾ പ്രകാരം 950 യൂണിവേഴ്സിറ്റികളിൽ നിന്നായി 19,000-ൽ പരം മൂക്സ് കോഴ്സുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. എന്ന് പറഞ്ഞാൽ വാണിമേലിലെ ക്രസന്റ് സ്കൂളിലെ 8Aയും 9Bയും പഠിക്കുമ്പോൾ തന്നെ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് വാങ്ങാൻ അതിനൊറ്റ കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഇൻസ്റ്റാഗ്രാമിലെ ഈ പറയുന്ന വഷളൻ റീലുകൾ ഞാൻ കാണില്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഈ അച്ചീവ്മെന്റ് നേടാൻ സാധിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറയാം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവുക, ലീഡർഷിപ്പ് സ്കില്ലുണ്ടാവുക. നിങ്ങൾ സെർച്ച് ചെയ്ത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് 21st ഏജ് ലൈഫ് സ്കിൽ എന്ന് പറയുന്ന സാധനം. നല്ല കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ഫോട്ടോഗ്രാഫി പഠിച്ചാൽ, ഭാഷാവം പഠിച്ചാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ജോലിയായിരുന്നു ട്രാൻസ്ലേറ്റർ ജോലി. ഗൾഫിലൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ആളുകൾ ചെയ്ത ജോലി. പക്ഷെ ChatGPT വന്നപ്പോ എല്ലാ കമ്പനികളും ട്രാൻസ്ലേറ്റർ ഓപ്ഷനെ കട്ട് ചെയ്തു. ആ ജോലി ഇനി വേണ്ട എന്ന് വെച്ചു. എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഞൊടിയിടയിൽ നമ്മളുടെ കരിയർ പാറ്റേൺ മാറും. അപ്പോൾ തളരാതിരിക്കണമെങ്കിൽ, അപ്പോൾ പതറാതിരിക്കണമെങ്കിൽ നമ്മുടെ ലീഡർഷിപ്പ് സ്കില്ലിനെയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെയും പരിശീലിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമേരിക്കയിലെ ഏറ്റവും പുതിയ പഠനം ഒരാൾ 25 വയസ്സിന്റെ ഇടയിൽ 12 ജോലികൾ ചെയ്യുന്നു എന്നതാണ്. ഞാൻ ഇവിടുത്തെ എല്ലാവരോടും പറയാണ്, ഞാൻ BA B.Ed എടുത്തു. അതുകൊണ്ടോ ഞാൻ എൻ്റെ ജീവിതം ദൈവം തന്ന സകലമാന ആയുസ്സും മാഷായിട്ട് ജോലി ചെയ്തു. ഞാൻ LLB എടുത്തു, അതുകൊണ്ട് ഞാൻ ജീവിതം സകലമാനം ഞാൻ കോടതിയിൽ പോയി. ഞാൻ MBBS എടുത്തു, അതുകൊണ്ട് ഞാൻ ജീവിതം കാലാകാലം ആശുപത്രിയിൽ പോയി. അങ്ങനെയല്ല. 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ അധ്യാപക ജോലി, നിങ്ങൾ ഡോക്ടറെ പണി, നിങ്ങൾ LLB പണി, നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒന്ന് റോഡ് ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റും. പരമ്പരാഗതമായ എല്ലാ പാറ്റേണിനെയും പൊട്ടിച്ചുകൊണ്ട് hundreds of people saw the apple falling, but only Newton made the question why. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ തലയിൽ ആപ്പിൾ വീണപ്പോൾ വീണ ആപ്പിൾ തല ഒഴിഞ്ഞു എന്നതിനപ്പുറം only Newton made the question why. ആപ്പിളിനോട് ന്യൂട്ടൺ ചോദിച്ചു, എന്തേ ആപ്പിളെ ആകാശത്ത് നിന്ന് താഴെ വീണത്, അനക്കൊന്ന് മുകളിലേക്ക് പറന്നുണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങൾ ഉത്തരങ്ങളല്ല പഠിക്കേണ്ടത്, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക എന്നതാണ് ഈ ക്രസന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ പഠിക്കേണ്ടുന്ന പാഠം. അങ്ങനെ ഇൻഫർമേഷൻ ഡാറ്റ, ഇൻഫർമേഷൻ വിടുക. എന്ത് കാര്യം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കൊക്കെ എത്ര പോലെ തല്ല് കിട്ടിയിരിക്കണ്. എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിനോട് മാഷ് ചോദിച്ചു, മോനെ എവറസ്റ്റ് കൊടുക്കൂടി ആദ്യം കയറിയത് ആരാണ്? ഓ പറഞ്ഞ അറിയില്ല സാറേ എന്ന് പറഞ്ഞു. തല്ല് കിട്ടി. മാഷ് തിരിഞ്ഞപ്പോ അവൻ ചെറ്റാരെന്ന് വിളിച്ചു. മാഷത് കേട്ടു. മാഷ് അവനെ കൊണ്ടുപോയി. ഹെഡ് മാഷ് പറഞ്ഞു, നല്ല കുട്ടിയാണ്, അവൻ അങ്ങനെ വിളിക്കൂലല്ലോ. മാഷ് പറഞ്ഞു, ഇല്ല, ഒന്നുകിൽ ഇവന് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ, ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചു വേണ്ട. അപ്പോൾ അവനോട് ചോദിച്ചു, മോനെ നീ ചെറ്റാന്ന് വിളിച്ചോ? ചെറ്റാന്ന് വിളിച്ചില്ല. മാഷ് ചെറ്റാന്ന്, ഞാൻ മാഷല്ലേ ചെറ്റാന്ന് വിളിച്ചത്. പിന്നെയോ എവറസ്റ്റ് കൊടുക്കൂടി ആദ്യം കയറി ഓനെ. ഓരോ ചെറ്റകൾ ഓരോ സ്ഥലത്ത് പോയി കയറുക, തല്ല് അങ്ങോട്ട് കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇൻഫർമേഷൻ പഠിക്കണം. കമ്പ്യൂട്ടർ കണ്ടെത്തിയാൽ ആരാ എന്ത് കാര്യം
എന്തു കാര്യം? അതൊക്കെ പഠിക്കാനുള്ള സംവിധാനം, നോക്കാനുള്ള സന്നാഹങ്ങളുമില്ലേ? അതുകൊണ്ട് നമ്മളിങ്ങനെ വിവരങ്ങൾ അണ്ണാക്ക് തൊടാതെ ഒഴുകുന്ന മന്ദബുദ്ധികളാകാതിരിക്കുക എന്ന സന്ദേശമാണ് മെന്റൽ എബിലിറ്റിയിലൂടെ, ജനറൽ നോളജിലൂടെ നിങ്ങൾക്ക് തരുന്നത്. കുട്ടികളെ, ഒരാൾ വളരുന്ന സാഹചര്യത്തിൽ അയാളുടെ ജോലിയെ ചിന്തിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി 3 കാര്യങ്ങളെങ്കിലും ചിന്തിക്കണം. ഒന്ന്, നമ്മുടെ നാട്ടിൽ ജോലി എന്ന് പറയുന്നത് സർക്കാർ ജോലിയാണ്. നമ്മുടെ നാട്ടിൽ ജോലി എന്ന് പറയുന്നത് പ്രൈവറ്റ് ജോലിയാണ്. നമ്മുടെ നാട്ടിൽ മറ്റൊരു ഏർപ്പാട് എന്ന് പറയുന്നത് സ്വന്തമായ സംരംഭം തുടങ്ങുക എന്നുള്ളതാണ്. അത് 25 വയസ്സിലും 30 വയസ്സിലും അല്ല ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ 15 വയസ്സിൽ ആലോചിക്കണം. എന്റെ മകൻ ഈ സദസ്സിലുണ്ട്, ഫിദൽ. ഞാൻ ഡൽഹിയിൽ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചുമ്പോ 10ാം ക്ലാസ് കഴിഞ്ഞു, ഞാൻ ടീഷർട്ട് കച്ചവടം നടത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞു, മോനെ ഇത് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തമായി ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. ആദ്യം 15 ടീഷർട്ട് ഇറക്കി, 8 എണ്ണം വിറ്റു. ഞാനും ഭാര്യയും കൂടെ അങ്ങാടിയിൽ വരുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, വീട്ടിൽ ചിക്കൻ കറിയുണ്ട്, ഭക്ഷണമൊന്നുമില്ല, പൊറോട്ട വാങ്ങി പോവാന്ന്. അപ്പൊ എന്റെ ഫോണും ഭാര്യന്റെ ഫോണും ഓഫാണ്, നമുക്ക് ഗൂഗിൾ പേ അടിക്കാനുള്ള സംവിധാനമില്ല. അപ്പൊ മോന് ബാക്കിൽ നിന്ന് പറഞ്ഞു, പൊറാട്ടന്റെ പൈസയാണോ വേണ്ടതെന്ന് വെച്ചു. അതേ പറഞ്ഞു. 200 രൂപ ഓന്റെ പോക്കറ്റിൽ നിന്ന് ഓൻ എടുത്തിട്ട് കയ്യിൽ തന്നു. ഞാൻ അവനെ ഷെക്കൻ ചെയ്തു. സ്വന്തമായി അധ്വാനിച്ച് 200 രൂപ എന്റെ കയ്യിലെത്തുമ്പോൾ എന്റെ വയസ്സ് 25 വയസ്സാണ്. മഹാനായ ഗാന്ധിജി പറഞ്ഞത് വൊക്കേഷണൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വയം പര്യാപ്തരാകാം. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് തന്റെ പ്രിയപ്പെട്ട മാതാവിനെ, തന്റെ പ്രിയപ്പെട്ട പിതാവിനെ പരിചരിച്ച് നന്ദിയുള്ള മക്കളായി അവരുടെ കണ്ണിൽ നിന്ന് വിരിയുന്ന സന്തോഷത്തിന്റെ കണ്ണുനീരും പുഞ്ചിരിയുമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട ക്രസന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പ്രദേശത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരും കൂടി ഡോക്ടറാവല്ലേ? നിങ്ങളുടെ വാണിമേലിൽ നിന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാകണം. അപ്പൊ ക്ലാറ്റ് പരീക്ഷ തുടങ്ങണം. നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ എയിംസ് ഹോസ്പിറ്റലിൽ നമ്മുടെ വാണിമേലിൽ നിന്ന് ഒരു കുട്ടി ഡോക്ടറായിട്ടുണ്ടാകണം. രാജ്യത്തിന്റെ CBI-യിലും പോലീസിലും നമ്മുടെ വാണിമേലിലെ കുട്ടികൾ ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ ഒരു MSW ഉണ്ടാകണം. അങ്ങനെ ഒരു സമൂഹത്തിന് വേണ്ടുന്ന സകലമായ റിസോഴ്സുകളും ഈ നാട്ടിൽ നിന്നുണ്ടാകണം. അത് ഉണ്ടാക്കുന്ന വഴിയുടെ മാർഗത്തിന്റെ പേരായി ഈ CK മമ്മു മാസ്റ്റർ സ്കോളർഷിപ്പ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അവസാന ഒരു ആക്ടിവിറ്റി തന്നിട്ട് എല്ലാവരും ഒരു കൈ ഒരു വിരൽ പിടിച്ച് ഒരു വിരൽ പ്ലീസ് സ്റ്റാൻഡ് എല്ലാവരും ഒരു വിരൽ ഓക്കെ. ഒന്നിങ്ങനെ കൈയടിച്ച് 1 കേട്ടോ, 1. ഞാൻ 2 പറയുമ്പോൾ 2 വിരൽ, ഞാൻ 3 എന്ന് പറയുമ്പോൾ 3 വിരൽ, ഞാൻ 4 എന്ന് പറയുമ്പോൾ 4 വിരൽ, ഞാൻ ഫുള്ള് എന്ന് പറയുമ്പോൾ എങ്ങനെ? ഓക്കെ, ആർ യു റെഡി? 1 2 3 4 ഫുൾ. 1 2 3 4 full. 1 5 full. 1 full. Full ഇത്ര ശബ്ദമുണ്ടോ? Full. 1 full. What is the message? If you take a slight effort, your voice will be light and soft. If you take your full potential, please be seated there. If you take your full potential, നിങ്ങളുടെ മാക്സിമം എഫേർട്ടും മാക്സിമം നിങ്ങളുടെ കപ്പാസിറ്റിയും പുറത്തെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രതിഭയുടെ ആഴവും ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങും. അതെല്ലാം മടിയനായി, കുടിമടിയനായി, ആർക്കും വേണ്ടാത്തവനായി ജനിച്ചത് കൊണ്ട് ജീവിക്കുന്ന കൂട്ടരാണെങ്കിൽ ഒരു വിരല് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ അടിച്ച പോലെ ഈ വാണിമേലിലൂടെ നടന്നു പോകുന്ന ശബ്ദം ആർക്കും കേൾക്കില്ല. പക്ഷെ നിങ്ങൾ ഫുൾ കൈയടിച്ചാൽ, ഫുൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ വാണിമേലിന്റെ നടപടികളിലൂടെ കടന്നു പോകുമ്പോൾ സ്കൂളിലെ മാഷ് പറയും, അതാ കുട്ടി ഞങ്ങളുടെ സ്കൂളിലെ കുട്ടിയാണ്. ഇവിടുത്തെ നാട്ടിലെ പറയും, അതാ മോന് ഞങ്ങളുടെ നാട്ടിലെ മോനാണ് എന്ന് പറയും. അങ്ങനെയുള്ള ഈ സ്കൂളിനെ ഓർക്കാൻ, ഈ സ്ഥാപനത്തിന്റെ ഭിത്തിയിൽ അഭിമാനത്തോടെ ഒട്ടിച്ചു വെക്കാനുള്ള ചിത്രങ്ങളായി എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മാറണേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുട്ടികൾക്ക് രാത്രി കിടക്കുമ്പോൾ, ഞാൻ ഉമ്മമാരോട് ഒരു കാര്യം കൂടി പറയാം. അശ്വിൻ കുമാർ എന്ന കുട്ടിക്ക് എൻട്രൻസ് പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടിയപ്പോ കുട്ടിയോട് പത്രക്കാർ ചോദിച്ചു, എന്താണ് മോനെ നിന്റെ റാങ്കിന്റെ കാരണം? ടീച്ചർമാർ സ്കൂളും കോളേജും ഒക്കെ ഉണ്ട്, പക്ഷേ ഈ സമ്മാനം മുഴുവൻ എന്റെ അമ്മക്കാണ്. എന്താണ് അമ്മ ചെയ്തത്? പഠിപ്പിച്ചോ? ഫിസിക്സ് ക്ലാസ് എടുത്തോ? ബോട്ടണി പറഞ്ഞോ? ഇല്ല. രാത്രി 12 മണിക്ക് ഞാൻ പഠിക്കാനിരിക്കുമ്പോ, രാത്രി 1 മണിക്ക് ഞാൻ പഠിച്ച പുസ്തകത്തിന്റെ മുന്നിൽ മല്ലിട്ടിരിക്കുമ്പോ
എന്റെ കണ്ണുകളിൽ ഉറക്കം തലോടുമ്പോ എന്റെ പ്രിയപ്പെട്ട അമ്മ എന്റെ അടുത്ത് വന്നിട്ട് ഗ്ലാസ്സിലേക്ക് കട്ടൻ ചായ പകർന്ന് എന്റെ ചുണ്ടിൽ വെച്ചു തന്ന എന്റെ അമ്മ കാണും എനിക്ക് കിട്ടിയ ഈ സമ്മാനം എന്ന് കുട്ടി പറഞ്ഞു. അതുകൊണ്ട് ഈ മക്കള് നാളെ ഉയരത്തിലെത്തുമ്പോ അമ്മയെ ഓർക്കണേ. ഉമ്മയെ ഓർക്കുന്ന ബാപ്പയെയും മാതാപിതാക്കളെയും ഓർക്കുന്ന ഉമ്മയാകാനുള്ള ഭാഗ്യം എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ഉമ്മമാരെ, മാതാപിതാക്കളെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രം കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവരുടെ പേരുകളെല്ലാവരുടെയും സമയത്തോടുകൂടി കുട്ടികളുടെയും മനസ്സിൻ്റെയും സംഘടന സമിതിയുടെയും ഒരു ആവശ്യപ്രകാരം മുഴുവൻ സ്കോളർഷിപ്പുകളും അഡ്വക്കേറ്റ് ഫൈസൽ സാഹിബിനെ വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാവരും വേദിയിലുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഫൈസൽ സാറാണ് മുഴുവൻ സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. നെൽവാലിയ സംഖ്യ ബഹുമാനിയായ സാവേറ്റ കുട്ടികൾ കൈമാറും. സ്കോളർഷിപ്പിന്റെ സിംബോളിക്കായിട്ടുള്ള സാറ് നൽകുന്നു. ഓക്കെ, നല്ല കൈയ്യടി നെൽവാലിയ. താങ്ക് യു വെരി മച്ച്. ഈ വൈബ്രന്റ് ഓഡിയൻസിനെ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. സെക്കൻഡ് റാങ്ക് ഭരത് ഹർഷദ് KK 96. 3000 രൂപയുടെ സ്കോളർഷിപ്പാണ് സെക്കൻഡ് റാങ്കിന് CK മുഹമ്മദ് മാസ്റ്റർ കുടുംബം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഭരത് ഹർഷദ് രക്ഷിതാക്കളോടൊപ്പം വന്ന് സമ്മാനം സ്വീകരിക്കും. വളരെ പെട്ടെന്ന് അമൽ കല്യാണ തേർഡ് റാങ്ക് 2000 രൂപയുടെ സ്കോളർഷിപ്പ്. അമൽ ജാഫർ സാഹിബിന്റെ കൂടി അനീന കുട്ടിയുടെ പേരാണ് വിളിക്കുന്നത്. രക്ഷിതാക്കളുണ്ടെങ്കിൽ കുട്ടികളുടെ വേഗം വന്ന് ഫോട്ടോയിൽ നിങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അനീന. 5ാം റാങ്ക് സിദ്ര നൗക്കർ. സിദ്ര സ്കോളർഷിപ്പിന് അർഹരായവരൊക്കെ ഫ്രണ്ടിൽ വന്നില്ല. സീറ്റിന് 6ാം റാങ്ക് അറുപ. 7ാം റാങ്ക് നജാഫ് ഫാത്തിമ. 7 നജാഫ് ഫാത്തിമ. 8 കാർത്തിക K. കാർത്തിക. 10ാം റാങ്ക് മുഹമ്മദ് ഹാഫിസ്. 13ാം റാങ്ക് നന്ദിക സെക്രട്ടറി. 'Sometimes when my life is there's no one I can turn